Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदना. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനം കേൾക്കാനും പറയാനും ഒക്കെയുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നു. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. मैं प्रभु को धन्यवाद देता हूँ कि प्रभु ने फिर से एक और दिन का मौका प्रभु ने तैयार किया कि प्रभु की उपस्थिति में हम आए, प्रभु का वचन को सुने, वचन को ग्रहण करने का ये अच्छा अवसर है. നമുക്ക് ഓരോ ദിവസവും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ബോണസ് ആണ്. हमें एक एक नया दिन जब हमको मिलता है वो वास्तव में देखा जाए तो एक बोनस है हमारे लिए. അപ്പോൾ മോശ പറഞ്ഞതുപോലെ നമ്മുടെ ദിവസങ്ങളെ എണ്ണി എണ്ണി കഴിക്കേണ്ട ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. क्योंकि जैसा मूसा ने कहा है, प्रभु मुझे मेरे दिनों को गिनने के लिए मुझे सिखा, उसी तरह हम एक ऐसा समय में अंतिम समय में जी रहे हैं कि एक एक पल और एक एक दिन को हम गिन के जी रहे हैं. കാരണം ഓരോ ദിവസവും നമുക്ക് നഷ്ടമാകരുത്, അത് ലാഭമായി തീരണം. അത് നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തെല്ലാം ഓരോ ദിവസവും നേടാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. क्योंकि एक एक दिन का जो हमको दिन मिलता है वो हम लोग व्यर्थ में बर्बाद ना करें, लेकिन फायदा हो जाने के लिए हर बातों को हम लोग फायदा उठा सके, किस रीति से हम लोग प्रभु का राज्य के लिए महिमा कर सके, इस तरह फायदा हो सके वाला बातों को उस दिन हमें इस्तेमाल करना चाहिए. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയുന്നത് നമ്മുടെ ദൈവവചനത്തിലൂടെയാണ്. और ये सब हमें कैसा मालूम पड़ता है? प्रभु के वचन के द्वारा. എന്താണ് ദൈവസന്നിധിയിൽ വിലയേറിയത്, എന്താണ് വിലയില്ലാത്തത് എന്നെല്ലാം നമുക്ക് തിരുവചനത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. क्योंकि प्रभु का वचन ही हमें बताता है कि मूल्यवान क्या है और जो मूल्यता नहीं है. അപ്പോൾ ദൈവദൃഷ്ടിയിൽ വിലയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. इसके लिए परमेश्वर के नजर में जो भी मूल्यवान बातें हैं, जिसको प्रभु मूल्यता देता है, उसी बातों को हमें करना है. മാത്രമല്ല നമുക്ക് ഒരു ചെറിയൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു ചെറിയ കാലയളവിലേക്കുള്ള ഒരു നേട്ടമല്ല, നിത്യത്തിലേക്കുള്ള നേട്ടമാണ് നമ്മൾ കാണേണ്ടതും അതിനെ തിരഞ്ഞെടുക്കേണ്ടതും. हाँ, और हमारा नजरिया जो भी हम आत्मिक बातें या जो भी कार्य प्रभु के लिए करते समय में वो इस ये युग का, यानी कि थोड़े समय में हम जो आयु में जी रहे हैं वो बातों के लिए नहीं, अनंतता में जो ज्यादा समय के लिए टिकता है उस बातों पर हमें खोज करके कार्य करना है. ചിലപ്പോൾ ഈ ലോക ജീവിത യാത്രയ്ക്ക് അപ്പുറം ജനങ്ങൾ പലരും ദുഃഖിക്കാനിടയാവും. കാരണം അയ്യോ, എനിക്കും ദൈവവചനം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിന് ഞാൻ അന്വേഷിക്കേണ്ടതായിരുന്നു, ഞാൻ നിത്യതയ്ക്ക് വേണ്ടിയുള്ള അനേക കാര്യങ്ങൾ എനിക്ക് നേടുവാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം. ऐसा हो सकता है कि कुछ लोग हम देखते हैं कि जो दुनिया पार करने के बाद उस पार जाते समय में बहुत से लोग दुखी होने का और लज्जित होने का कारण होगा, क्योंकि वो लोग खुद बोलेंगे, अरे हमारे पास वचन था, उस वचन होने की वजह से उस वचन में हम लोग और डूबकर वचन को खोजने के लिए, अभ्यास करने के लिए बहुत अच्छा समय था, लेकिन हमने इस्तेमाल नहीं किया. ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഒരു ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന സൃഷ്ടിയിൽ പ്രവേശിക്കാമെന്ന് ആഗ്രഹിക്കുക. अनेक बार मैं ये दृष्टांत, एक छोटा सा दृष्टांत मैं बताया है, वही दृष्टांत दोबारा मैं याद दिलाकर आज का वचन का अभ्यास में प्रवेश करना चाहता हूँ. കാരണം അനേകം ആ ദൃഷ്ടാന്തം മറന്നുപോയി കാണും, കാരണം വളരെ നാളുകളായി. बहुत लोगों ने ये दृष्टांत भूल गया होगा क्योंकि काफी समय हुआ है ना. അപ്പോൾ രണ്ട് സ്നേഹിതർ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. एक बार दो मित्र लोग साथ में चल के जा रहे थे അവരൊരു നീണ്ട യാത്രയിലായിരുന്നു. और वो एक लंबा यात्रा कर रहे थे. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഇത് പെറുക്കുന്നവനും കരയും പെറുക്കാത്തവനും കരയും. हाँ, तो वो लोग जैसे चलते समय में एक खेती में आया, खेती के उधर वो लोग ने एक चिन्ह को देखा, एक साइन देखा था, उसमें लिखा है कि जो इसे उठाएगा, यानी कि जो इकट्ठा करेगा वो रोएगा, जो इकट्ठा नहीं करेगा वो भी रोएगा. അപ്പൊ നോക്കണം, അപ്പൊ അതൊരു തമാശയല്ലേ. അപ്പൊ അതിന്റെ ആ ബോർഡിന്റെ കീഴില് കുറെ നല്ല ഉരുളൻ കല്ലുകൾ ഉണ്ടായിരുന്നു, നല്ല പാറകഷ്ണങ്ങൾ, ഉരുളൻ. നമ്മൾ കണ്ടിട്ടില്ലേ ഈ നദിയിലേക്ക് കിടക്കുന്ന നല്ല ഉരുണ്ട കല്ലുകൾ? ഇതുപോലെ നല്ല മനോഹരമായ കുറെ ഉരുണ്ട കല്ലുകൾ ഇങ്ങനെ ആ ബോർഡിന്റെ കുറ്റിയുടെ താഴെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. तो वो जो वो चेतावनी जैसा लिखा हुआ था, बोर्ड जैसा लिखा था, तो वो पढ़ेगा तो एकदम मजाक लगता है, लेकिन वो बोर्ड जिधर ऐसा लिखा था चेतावनी ऐसा चिन्ह के रूप में, उसी के नीचे गोल गोल पत्थर, हम लोग नदी के किनारे में, नदी के अंदर देखते हैं ना, चट्टान रहता है जो गोल गोल रहता है, छोटा छोटा पत्थर, वो 5, 6, 15, 20 उधर उसके नीचे ऐसा पड़ा था वो साइन के नीचे. ഒരു കൂന പോലെ ഇങ്ങനെ ഈ ചെറിയ ഉരുണ്ട കല്ലുകളുടെ ഒരു കൂന അതിന്റെ ആ പിന്നെ നമുക്കറിയാലോ ഒരു കൊമ്പിലാണ് ഇത് നാട്ടിയിരിക്കുന്നത്, ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. അതിന്റെ കീഴിൽ ഇതിങ്ങനെ ഒരു കൂന പോലെ കുടിക്കിടക്കുക. हम जानते हैं ना, जब भी साइन पोस्ट रखते समय में हमेशा उसको एक लकड़े में या खंबे में बांध के रखकर साइन रखते हैं. तो नीचे खंबे में उसको जमीन में गाड़ने के बाद उसको पूरा एक पहाड़ जैसा छोटा सा ऐसा उसको पत्थरों को इकट्ठा करके रखा है. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, എടാ ഇതെന്തൊരു തമാശയാ. കാരണം ഇത് ഈ നമ്മളെ പോലുള്ള യാത്ര ചെയ്യുന്നവര് ആരെങ്കിലും ഇങ്ങനെയുള്ള എടുക്കുമോ? കാരണം അത് ഭാരമല്ലേ. നമുക്കൊരു യാത്രയ്ക്ക് എത്രയോ ഭാരം കുറഞ്ഞു പോകുന്നല്ലേ നല്ലത്. അപ്പോൾ ഈ ഭാരമുള്ളത് ഏതായാലും ഞാൻ എടുക്കുന്നില്ല. അപ്പൊ മറ്റേ ആൾ പറഞ്ഞില്ല, എന്തായാലും വേണ്ടില്ല. അതിനെ ആ ബോർഡ് കണ്ടിട്ട് അതിനകത്ത് എന്തോ ഒരു രഹസ്യം കൊണ്ട് തോന്നുന്നു.
അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു 4-5 എന്റെ സഞ്ചിയിലെടുത്തിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ 4-5 എടുത്തിട്ട് മറ്റേ ആളൊന്നും എടുത്തില്ല. तो वो उसमें से एक जन ने कहा, देखो हम लोग तो यात्रा कर रहे हैं ना, यात्रा करते समय में ये सब क्या रास्ते में मजाक इस तरह करके रखा है, ये लोग को समझना चाहिए ना कि यात्रा करते समय में हमेशा हल्का सफर हमें करना चाहिए. अगर मैंने ये उठा लिया तो मेरा वजन बढ़ेगा, मुझे तकलीफ होगा, इसलिए हे भाई मैं नहीं उठा रहा. तो वो एक जन ने बोला. दूसरे ने बोला, देखो यहाँ पर ये चिन्ह रखा है, ये बोर्ड ऐसा लिखा है, इसका कुछ तो उद्देश्य हो सकता है, इसके लिए हमें थोड़ा संभालना चाहिए बोलकर दूसरा व्यक्ति ने 5-6 पत्थर उसने उठाकर अपना बैग में डाल दिया. അപ്പോൾ ഈ യാത്ര തിരിച്ചു വരാത്ത യാത്രയാണ്. तो ये एक ऐसा यात्रा है कि दोबारा लौट वापस आ नहीं सकता. അപ്പോൾ അല്ലെങ്കിൽ ഇവർ യാത്രയിൽ അനേക ഇവർക്ക് ആകർഷകമായിരിക്കുന്ന അനേക കാര്യങ്ങൾ അവർ മേടിച്ച് സഞ്ചിയിലിട്ടു. और ये इस यात्रा एक ऐसा यात्रा है कि बहुत से आकर्षण करने वाला बातें उनका नजरों में आता है और उसमें से जो भी उनको पसंद आया, आकर्षण हुआ, वो सब बातों को वो लोग लेकर अपना बैग में डाल दिया था. നിങ്ങൾക്കറിയത്തില്ലേ, വലിയ വലിയ യാത്രയൊക്കെ പോകുന്നവർ പല സാധനങ്ങളും മേടിച്ചിട്ട് വരാറുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മനോഹരമായ പലതും മേടിച്ചിട്ട് വരാറില്ലേ? हम जानते, आप लोग जानते ही होंगे कि जब लोग लंबा सफर में यात्रा करते समय में रास्ते में कुछ भी अगर अच्छा लगने वाला बात है या भावने वाला वस्तु अच्छा लगा तो वो हम लोग खरीद के रखते हैं और लेकर जाते हैं ना. അപ്പോൾ ഇങ്ങനെ ഇവര് എത്തേണ്ട സ്ഥലത്ത് എത്തി. तो इस तरह वो लोग जिधर पहुंचना चाहिए तो वो अंतिम जगह पर पहुंच गए. എത്തിക്കഴിഞ്ഞപ്പോൾ അനേകർ ഇവരെ എന്തെല്ലാം കൊണ്ടുവന്ന് കാണുവാനായിട്ട് ഓടിക്കൂടി. तो फिर वो पहुंचने के बाद बहुत से लोगों ने उधर इकट्ठा हुआ, देखने लगा कि ये दोनों लंबा सफर करके आए, क्या लाया रहेगा देखने के लिए सब पहुंचे वहां पर. അപ്പോൾ ഓരോരുത്തരും തന്റെ സഞ്ചിയിൽ നിന്ന് എല്ലാം ഓരോന്നും എടുത്ത് പുറത്തു വെച്ചു. दोनों ने अपना जो भी बैग में जो भी सामान रखा था वो एक एक बातें निकालने लगा. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ 5-6 കല്ലെടുത്തിട്ട് ആ വ്യക്തിയുടെ സഞ്ചി ഭയങ്കരമായിട്ട് തിളങ്ങുന്നു, ശോഭിക്കുന്നു, പ്രകാശിക്കുന്നു. तो और ये जिसने जो पत्थर डाल के रखा था बैग में, उसके बैग से अचानक से एक बहुत बड़ा चमक और प्रकाश जैसा बातें उमड़ने लगा. അത് നോക്കിയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ആ കല്ലുകളെല്ലാം വിലയേറിയ മുത്തുകളായി, അതെല്ലാം വിലയേറിയ പിന്നെ കല്ലുകളായി മാറി. तो देखा तो वो क्या हो गया था, वो जो पत्थर बैग में डाल के रखा था वो क्या था, वास्तव में एक बहुत बड़ा बहुमूल्य पत्थर के समान, हीरे और मोती के समान का बहुमूल्य पत्थर वो बदल गया, उसमें बदल गया. അതെല്ലാം രത്നങ്ങളായിട്ട് മാറി. हाँ, वो एकदम बहुमूल्य पत्थर जैसा बन गया. കോടിക്കണക്കിന് വിലയുള്ള വിലപ്പെട്ട രത്നങ്ങളായിട്ട് അത് മാറി. यानी कि करोड़ों दाम का मूल्य से बना हुआ हीरा मोतियों और जवाहरात का अवस्था में आ गया हो. ഇത് कണ്ടു കഴിഞ്ഞപ്പോൾ ഈ 5-6 എടുത്ത വ്യക്തി ഉടനെ തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി. तो जिसने 5-6 पत्थर रखा था वो ये बात देखा कि देखो ये बहुमूल्य पत्थर हो गया, वो ये आदमी रोने लग गया, जोर से रोने लगा. എന്തിനാ കരയെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, तो बोले, अरे आप क्यों रो रहे हो? എന്നാലും ഞാൻ ഈ മറ്റുള്ള സാധനങ്ങൾ മേടിക്കുന്നതിന് പകരം ഈ സഞ്ചി നിറച്ച് ഈ കല്ലുകൾ പറക്കിയിട്ടിരുന്നെങ്കിൽ അയ്യോ ഇന്ന് എനിക്ക് എത്രമാത്രം വലിയ ധനവാനായി തീരാമായിരുന്നു പറഞ്ഞ കരയുന്നത്. तो ये आदमी जिसने पत्थर रखा था बैग में वो रोने लगा. क्यों रोने लगा? तो वो कहने लगा, ये दुनिया का दूसरा फालतू बातों को वो मैं अगर नहीं लेता, ये पत्थरों को ही अगर मैंने मेरा पूरा बैग में अगर भर देता, आज मैं पता नहीं कितना बड़ा करोड़पति बन जाता था. മറ്റൊരു കരയുക. और दूसरा व्यक्ति भी रो रहा है. നിധിയുടെ കരയല്ലേ. और दूसरे को जब पूछा, जिसने कुछ भी नहीं लिया तो उसको भी पूछा, वो भी रो रहा है. क्यों रो रहे हो भाई? അന്നേരം അവൻ പറയാണ്, वो कहने लगा, എനിക്ക് ഒരെണ്ണം പോലും എടുക്കാൻ പറ്റിയില്ല, मुझे तो एक भी उठाने नहीं हुआ ना. പ്രിയമുള്ളവരെ, നമ്മൾ നിത്യത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തതിന്റെയൊക്കെ വിലയും അതിന്റെ महत्वവും മനസ്സിലാക്കാൻ പോകുന്നത്. आमेन. क्योंकि हम लोग जब अनंतता में जब प्रवेश करेंगे, अगले युग में प्रवेश करेंगे, उस दिन हमको मालूम पड़ेगा प्रभु ने क्या क्या बातें बोला, उसका कितना मूल्यता था, उसका कितना दाम था. നമ്മള് ഈ ലോക യാത്രയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു വാക്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. 1 കൊരിന്ത്യർ 15:58. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. വ്യർത്ഥമല്ല പ്രിയമുള്ളവരെ, വ്യർത്ഥമല്ലാത്ത ഒരേ ഒരു കാര്യം കർത്താവിന്റെ വേലയാണ്. आमेन. इसके लिए हम लोग 1 कोरिन्थी 15 अध्याय उसका 58 में हम पढ़ते हैं. 1 कोरिन्थियंस चैप्टर 15 वर्स 58. इसलिए हे प्रिय भाइयों, दृढ़ और अटल रहो और प्रभु के काम में सर्वदा बढ़ते जाओ, क्योंकि यह जानते हो
कि तुम्हारा परिश्रम प्रभु में व्यर्थ नहीं। देखो, प्रभु का ये काम जो हम कर रहे हैं, ये जो परिश्रम हम प्रभु के लिए कर रहे हैं, वो कभी भी व्यर्थ नहीं है करके वचन कहता है। इसलिए हमें कभी भी प्रभु का काम है आलसी नहीं, बल्कि आनंद से हमें करना है। പ്രിയമുള്ളവരെ, കർത്താവിൽ ചെയ്യുന്ന വേലയ്ക്ക് മാത്രമേ നിത്യതയിൽ പ്രതിഫലമുള്ളൂ. അപ്പോൾ ആ കർത്താവിൽ ചെയ്യുന്ന വേല അത് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നതോറും അതിൽ വർദ്ധിച്ചു വരുവാൻ വേണ്ടി ആ ദൈവജനം പറയുന്നത്. प्रियो प्रियो, स्वर्ग में एक ही बात जो टिकता है, जिसको ज्यादा मूल्यता है, वो है प्रभु में करने वाला कार्य। इसलिए प्रभु में करने वाला कार्य को उसपे हम लोग कम ना होए, बल्कि और अधिक उन्नति में और अधिक बढ़ोतरी उसमें पाना है, ऐसा वचन हमको प्रोत्साहन करता है, उसमें दृढ़ रहने को कहता है। അപ്പോൾ കർത്താവിന്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. इसलिए आओ हम लोग प्रभु के काम में हम बढ़ते रहे। ഇന്നലത്തേക്കാൾ അധികം ഇന്ന് നമ്മൾ കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനിയും അല്പസമയമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ലഭിക്കുന്ന സമയങ്ങൾ നഷ്ടമാക്കാതെ നമുക്ക് കർത്താവിന്റെ വേലയിൽ വർദ്ധിക്കാം. इसलिए आओ हम लोग कल से भी ज्यादा आज अधिक हम लोग यत्न करें, हम लोग आज और ज्यादा कोशिश करें, क्योंकि आज का दिन में प्रभु का आने का संभावना ज्यादा है। इसके लिए ये बात को देखते हुए और तैयारी और उत्साह के साथ प्रभु का इस कार्य में आगे बढ़े। അപ്പോൾ നമ്മൾ പ്രയോജനമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. तो हम लोग हमें लाभदायक बातों को हम सीख रहे थे, നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയാണ്. हम लोग वापस उसी विषय में आ रहे हैं। പ്രിയമുള്ളവരെ, നമുക്ക് ഇതിനെക്കുറിച്ചൊരു നല്ല അറിവ്, കാരണം ഈ ലോകത്തിന് മാത്രമല്ല നിത്യതയിലേക്ക് ഏറിയ പ്രയോജനമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. क्योंकि हम लोग जब जो बातें हम जो मनन कर रहे हैं, लाभ की बातें, वो सिर्फ इस दुनिया में अभी जीने वाला अवस्था के लिए नहीं, बल्कि आने वाले युग के लिए भी वो लाभदायक है, फायदा है करके उस अवस्था को बातों को हम सोच रहे हैं। അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ കാണുകയുണ്ടായി. और हमने बहुत से बातों को हमने देखा। നമുക്ക് അറിയാം, ദൈവത്തോടുള്ള ഭക്തി അത് വളരെ നമുക്ക് നിത്യതയ്ക്ക് പ്രയോജനമുള്ളത് നമ്മൾ കണ്ടു. और हमने देखा कि यहोवा के विषय में जो भक्ति है, यहोवा भक्ति वो लाभदायक है। ദൈവത്തിന്റെ വചനം അത് നമുക്ക് വലിയ പ്രയോജനമുള്ളതാണ് നമ്മൾ കണ്ടു. परमेश्वर का वचन वो हमारे लिए बहुत लाभदायक है, फायदा देता है। നമ്മൾ സൽപ്രവർത്തികൾ അത് നമുക്ക് വലിയ പ്രയോജനമാണ് നമ്മൾ കണ്ടു. और हमने भला कार्य करना, ये भी हमारे लिए लाभदायक है। ഇന്നലെ നമ്മൾ കാണുവാൻ തുടങ്ങിയത് സ്നേഹത്തെ കുറിച്ചാണ്. कल हमने देखने के लिए शुरू किया था प्रेम के विषय में। സ്നേഹം വളരെ പ്രയോജനമുള്ളതാണ്. हम देखते हैं कि प्रेम जो है बहुत ही लाभदायक है। അപ്പോൾ ഈ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ഇത് വളരെ വളരെ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഏറ്റവും महत्वपूर्ण ഒരു വിഷയമാണ് ഈ സ്നേഹം എന്നുള്ളത്. इसके लिए हम जानते हैं सबसे ज्यादा मूल्यवान, सबसे ज्यादा गंभीर अवस्था जो उसको हमें मूल्यता देना है, वो है प्रेम। ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, मैंने ऐसा सुना है, യോഹന്നാൻ വളരെ പ്രായം ചെന്നാണ് താൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. मैंने ऐसा सुना है कि യോഹന്നാ जो प्रेरित है, जो चेला है, वो बहुत उम्र होने के बाद मसीह में वो सो गया। അപ്പോൾ താൻ തനിക്ക് കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റിയില്ല. അതുപോലെ താൻ വളരെ ക്ഷീണിതനായി കിടക്കുകയാണ്. उसका अंतिम समय में वो इतना बुढ़ापे में वो इतना कमजोर हो गया कि बिस्तर में वो लेटा ही रहता था, उठकर बैठ नहीं सकता था। അപ്പോൾ യോഹന്നാനെ അവര് കട്ടിലോടെ എടുത്തുകൊണ്ട് വരും. तो इसलिए യോഹന്നാ को अगर किसी से बात करना हो तो वो बिस्तर को ही उठाकर बाहर लेकर आते थे। കൂട്ടായ്മയെ കൂടുമ്പോൾ കർത്തൃദിവസം ഞായറാഴ്ച അവരെല്ലാവരും എടുത്തു പോയ സഹോദരന്മാർ കൂടുതൽ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കൂട്ടായ്മയോട് കൂടി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്തോണ്ട് വരും. हाँ, यानी कि जब भी आराधना होता है, जब भी वो लोग इकट्ठा होना होता है या प्रभु मेज का भाग लेना होता है, तो वो लोग क्या करते थे, उसमें से कुछ विश्वासी लोग आकर യോഹന്നാ का बिस्तर में ही उसको उठाकर संगति में लेकर आते थे। അപ്പോൾ യോഹന്നാനടുത്ത് അവർ ചോദിക്കും, और फिर वो लोग യോഹന്നാ को पूछते थे, യോഹന്നാനെ, ഇന്നത്തേക്ക് ദൈവത്തിന്റെ എന്തെങ്കിലും സന്ദേശമുണ്ടോ? तो हे യോഹന്നാ, क्या आज के लिए परमेश्वर की ओर से कुछ संदेश है क्या? ഉണ്ടെന്ന് പറയും. वो कहता है हाँ है। എന്താണ് സന്ദേശം? वो क्या है संदेश? കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. जिस तरह प्रभु ने तुमसे प्रेम किया, उसी तरह तुम भी आपस में प्रेम करो। അപ്പം ഒരു ദിവസം അങ്ങനെ പോയി, രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്നപ്പോ രണ്ടാമത്തെ ദിവസം സന്ദേശം ഉണ്ടോ? ഈ സന്ദേശം പറഞ്ഞു. तो पहला दिन हो गया, उसके बाद अगले दिन भी इस तरह इकट्ठा हुए और यूहन्ना को लेकर आया। उस दिन भी यूहन्ना को पूछा कि भाई संदेश कुछ है क्या? तो यूहन्ना ने कहा हाँ, यही संदेश है, जिस तरह प्रभु ने हमसे प्रेम किया, तुम लोग आपस में प्रेम करो, वही उसने फिर से कहा। ഇങ്ങനെ അന്ത്യനാളിൽ ഒരു നീണ്ട സമയം മുഴുവനും താൻ പറഞ്ഞ ഒരേ ഒരു സന്ദേശം സ്നേഹത്തെ കുറിച്ചായിരുന്നു. इस तरह अंतिम समय में काफी लंबे समय तक, जो उनका अंतिम समय था, जितना भी समय उसको मिला, वो काफी समय तक वो यही वो संदेश प्रभु के प्रेम के बारे में बोलता रहा। എന്റെ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു, കാര്യങ്ങളെല്ലാം നേടി. हे प्रियो, मैं आपको बताना चाहता हूँ, ये एक बात काफी है, अगर ये सीख गया तो सब कुछ पा लिया हमने। आमीन। നമ്മൾ ആ സ്നേഹത്തെ അതിനെ ഒന്ന് അറിയേണ്ടുവണ്ണം അറിയുവാൻ, പഠിക്കേണ്ടുവണ്ണം പഠിക്കുവാൻ, പ്രായോഗികമാക്കേണ്ടുവണ്ണം പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞാൽ ദൈവ ഹൃദയത്തിനും ഭയങ്കര സന്തോഷം,
നമുക്ക് നിത്യതയിൽ ഭയങ്കര പ്രയോജനം. इसके लिए अगर प्रेम के विषय में अगर हमने जरूरत से अगर सही रीति से अगर समझेंगे तो प्रभु का हृदय तृप्त भी होगा और आने वाले युग में हमको लाभ भी होगा. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി 1 കൊരിന്ത്യർ 13-3 വായിക്കുന്നു. इसलिए मैं एक और बार फिर से 1 कोरिन्थी उसका 13 अध्याय 3 वाक्य में पढ़ना चाहता हूँ. 1 Corinthians chapter 13 verse 3. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. पढ़ेंगे 13 का 3. यदि मैं अपनी संपूर्ण संपत्ति कंगालों को खिला दूं या अपनी देह जलाने के लिए दे दूं और प्रेम न रखूं तो मुझे कुछ भी लाभ नहीं. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അതിന് നമുക്ക് സ്നേഹമാണ് അതിന്റെ അടിസ്ഥാനം. तो इसके लिए हमें एक बात समझना है कि हम जो भी कार्य प्रभु के लिए करते हैं समय में उसका नींव बात जिस आधार पर हमें करना है वो है प्रेम के आधार पर. അങ്ങനെ സ്നേഹത്തിലൂടെ അല്ലാതെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നിത്യതയിൽ പ്രയോജനമില്ല. इसलिए जो प्रेम के आधार पर अगर हम कार्य नहीं करेंगे तो अनंतता में उसका कोई लाभ नहीं होगा. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 16:14. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. इसलिए हमेशा हमें अक्सर एक वाक्य लेते हैं 1 कोरिन्थी 16:14 में 1 Corinthians chapter 16 verse 14 में कि तुम जो भी कुछ करो वो पढ़ेंगे जो कुछ करते हो प्रेम से करो. हाँ प्रेम से करो या प्रेम में करो. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം നമ്മൾ സ്നേഹത്തിലല്ല ചെയ്യുന്നത്. प्रियो हम लोग हमारे जीवन में बहुत से कार्य हम करते हैं लेकिन वो सब कार्य में प्रेम में करते हैं क्या? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാല് മാനുഷിക സ്നേഹവും ആയിരിക്കാൻ പാടില്ല, ദൈവ സ്നേഹത്തിൽ തന്നെ ആയിരിക്കണം. നമ്മൾ പറയുന്ന എല്ലാം अगप्पे स्नेहത്തോടുള്ള ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കണം. हाँ, और जो प्रेम में भी जब हम कर रहे हैं करके बोलते समय में मनुष्य प्रेम के विषय में नहीं है, वो परमेश्वर का प्रेम जो अगापे प्रेम जो परमेश्वर ने हमसे किया उस प्रेम के आधार पर ही हमें करना है. നമുക്ക് പലരോടും മാനുഷികമായ സ്നേഹമുണ്ട്, മാനുഷിക നിലവാരത്തിലുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ നമ്മൾ പല നല്ല കാര്യം ചെയ്യാറുണ്ട്. അതിനൊന്നും സ്വർഗത്തിൽ പ്രതിഫലം ഇല്ല. പ്രിയമുള്ളവരെ, हमें मनुष्य रीति से कुछ लोगों को हम पसंद करते हैं, उस मनुष्य रीति का व्यवहार के अनुसार हम लोग कुछ लोगों से हम प्यार करते हैं. ये सब मनुष्य रीति का जो भी प्रेम और कार्य व्यवहार हम करते हैं स्वर्ग में उसका कोई कीमत नहीं है. അതെല്ലാം നമ്മുടെ ജഡത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രാണനിൽ നിന്നും വരുന്നതാണ്. അതിനൊന്നുമല്ല, ആത്മാവിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താലും ദൈവ സ്നേഹത്താലും നിറഞ്ഞു ചെയ്ത അതാ നമ്മൾ ചിന്തിക്കണ്ടേ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിത്യത്തിൽ പ്രതികളുള്ളത് അതാണ് കത്തിപ്പോകാത്ത കാര്യം. तो वो सब ऐसा बातें हैं, वो जो मनुष्य का प्रेम जो है वो हमारा पाप में शरीर के द्वारा उत्पन्न हुआ बातें हैं, जो हम लोग प्राण के सामर्थ्य और बल से करने वाला बातें, जिसको ज्यादा मूल्यता नहीं, जो प्रभु उसको नहीं देता. तो वो प्रेम में नहीं बल्कि प्रभु का प्रेम में हमें करना है. जो प्रभु का प्रेम में करेगा वही बात हम देखते हैं कि वो काम जलता नहीं है. നിത്യതയിൽ പ്രയോജനമുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ. हाँ, अगर अनंतता तक कुछ भी बातें अगर टिका रहना है या लाभदायक होना है, उसका एक अर्थ अगर एक बार समझना है वो ये है कि प्रभु मुझ में कार्य करके या मेरे द्वारा कार्य करना ही, ये सब बातें जो प्रभु हमारे अंदर करता है वही काम ही बना रहेगा. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയത് നമ്മളിൽ കർത്താവ് ജീവിച്ചുകൊണ്ട് കർത്താവിന് പ്രവർത്തിക്കാനാണ്. हमें क्योंकि प्रभु ने हमें मूल दाम देकर खरीदा है, वो हमें अपना मर्जी से जीने के लिए नहीं बल्कि प्रभु हमारे अंदर बने रहकर हमारे अंदर निवास कर और हमारे द्वारा काम करने के लिए है. അത് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്ന ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ആ സ്നേഹത്തെ നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ സ്നേഹം നമ്മളിലൂടെ പ്രവഹിക്കുകയുള്ളൂ. तो इसके लिए वो जो प्रेम जो मसीह है, वो प्रेम जब हमारे अंदर आया, उस प्रेम को हम लोग ने अनुभव किया, आश्वासन किया, उसका आनंद उठाया, वही प्रेम बाहर प्रकट होता है. ഇല്ലാതെ നമുക്ക് ഇവിടെ നമ്മൾ വായിച്ച പോലെ ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ ശരീരം പോലും നമുക്ക് ദഹിപ്പിച്ചു കൊടുക്കാൻ കഴിയും, നമ്മുടെ ഉള്ള സമ്പത്തൊക്കെ നമുക്ക് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്ന അനേകരുണ്ട്. अगर ये सारा मसीह का प्रेम में अगर नहीं है तो शारीरिक रीति से भी हमने 1 कोरिन्थी 13:3 में हमने क्या पढ़ा, लोग बहुत सारा धन धर्म करते हैं, वो लोग अपना सारा संपत्ति वो लोग बेचकर गरीबों को वो लोग बांटते हैं, खाना खिलाते हैं, यहाँ तक कि शरीर भी जलाने के लिए तैयार हो जाते हैं. कितना संसार के लोगों ने ऐसा किया है. അങ്ങനെയുള്ളവർക്ക് അവരെ കുറിച്ച് വളരെ നല്ല സാക്ഷ്യമുണ്ട്. और उनके बारे में दुनिया अच्छा गवाही भी देता है. കാരണം അവർക്ക് വാസ്തവത്തിൽ അവർ ചെയ്തത് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ നല്ലതായിട്ട് കാണിക്കാൻ വേണ്ടിയാണ്. क्योंकि वास्तव में वो सब दूसरे लोगों के सामने वो लोग करते समय में वो लोग अच्छे आदमी है, हम लोग अच्छा काम करते हैं दिखाने के लिए कर रहे हैं ना. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും പ്രതിഫലമില്ല. लेकिन ऐसा सब कार्य करने से प्रभु में अनंतता में प्रतिफल नहीं है. ഇവിടെ ഇന്ന് നമുക്കറിയാം, ഇന്നിപ്പം പൊതുവെ സ്നേഹം തണുത്തു പോകുന്ന ഒരു അനുഭവം നമുക്ക് എല്ലായിടത്തും കാണാം. हम लोग आज का समय में ऐसा समय में हम देखते हैं कि स्वाभाविक रीति से अगर हम देखा जाए
जाए तो प्रेम ठंडा हो गया है, ऐसा अवस्थे में हम जी रहे, ये बात हम देख सकते हैं। ഇത് കർത്താവിന്റെ വരവിനോട് അടുത്ത സമയത്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന് മത്തായി 24:12 കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അധർമ്മം പെരുകുന്നതുകൊണ്ട് സ്നേഹം തണുക്കുമെന്നാണ്. ये मत्ती का सुसमाचार 24:12 में जब हम पढ़ते समय में मैथ्यू 24:12 में प्रभु ने कहा है कि जैसे उनका आगमन नजदीक होगा, जैसा अधर्म का बातें बढ़ता रहेगा, उतना प्रेम ठंडा होगा करके प्रभु ने पहले से कहा है ये बात को। അതുകൊണ്ട് ഇന്ന് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, इसके लिए प्रभु का कलीसिया को आज प्रेम के विषय में मैं आप लोगों को एक बात याद दिलाना चाहता हूँ। നമ്മളെല്ലാവരും ഓരോ വ്യക്തിയിലും കർത്താവിന്റെ സ്നേഹത്തെ അവരിൽ വളരുവാൻ, അവർ ആ സ്നേഹത്തെ അറിയുവാൻ, ആ സ്നേഹത്തിൽ വസിക്കുവാൻ ഇടയാത്ത കൊണ്ടും നമ്മൾ ഓരോരുത്തരും പരസ്പരം ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. इसके लिए खास रूप में कलीसिया को एक बात समझना है कि सभी भाई बहन लोग प्रेम में इस तरह बढ़ने के लिए, प्रेम में बने रहने के लिए, प्रेम का अवस्था को जानकर जीने के लिए सभी लोग एक दूसरे के लिए प्रार्थना करना चाहिए। നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സ്നേഹം പോലെ എത്ര വലുതാണെന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല. क्योंकि आज हमें प्रेम, हमें जो उपलब्ध हुआ है, हमें वो प्रेम मिला है, वो कितना मूल्यवान है, कितना वैल्यूएबल है करके ये बात लोग समझते नहीं है। ആ സ്നേഹത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പലർക്കും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. आज लोग हमें मसीह के इस प्रेम में हमें बने रहना है करके, इस बात में हम है करके बोलो तो लोग समझ में नहीं आता। അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. इसीलिए हमें इस विषय में प्रार्थना का जरूरत है। നമുക്കറിയാം, ലേഖനങ്ങൾ വായിക്കുമ്പോഴത്തേക്കും പൗലോസ്ലിഹായുടെ 4 പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് ലേഖനങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. हम लोग लेखाओं में पुस्तक या लेखा जब पत्रों में हम पढ़ते समय में पौलुस का 4 तरह का एक प्रार्थना को हम देखते हैं। അതെല്ലാം പ്രാർത്ഥനകള് നല്ല ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഭൗതികമായിരിക്കുന്ന ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല. और वो देखो, वो प्रार्थना अगर देखा जाए तो कोई शारीरिक विषय के लिए, शारीरिक बातें प्राप्त करने के लिए नहीं है, आत्मिक विषय के लिए है। അതിനർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്നല്ല. उसका मतलब ये नहीं कि तुम्हारा कोई जरूरत हो या अवस्था परिस्थिति आते समय में प्रार्थना नहीं करना चाहिए, ऐसा नहीं है। എന്നാൽ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത് മുഴുവനും നിത്യതയോടുള്ള ബന്ധത്തിലും ദൈവവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധത്തിനോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കണം. यानी कि लेकिन प्रार्थना को ज्यादा मूल्यता किस बातों में देना है? आनंदता की बातें, जो आने वाले बातों के विषय में या राज्य और आत्मिक बातों में उसको ज्यादा वजन देना है। നമ്മൾ ഈ തിരുവചനത്തിലുള്ള ഓരോ പ്രാർത്ഥനയൊക്കെ പഠിക്കുന്നത് നല്ലത്. और यहाँ तक कि वचन में लिखा हुआ एक एक प्रार्थना को जब उसको पढ़ते हैं तो बहुत लाभदायक है। പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ നമുക്ക് പലരുടെയും പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. पुराने नियम में, नए नियम में बहुत लोगों का प्रार्थना को हम पढ़ते हैं। അപ്പോൾ ആ പ്രാർത്ഥനകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. उस प्रार्थना का एक अभ्यास अगर आप लोगों ने किया तो बहुत आपको लाभदायक होगा। ഞാനിപ്പോൾ എല്ലാം വിശദമായിട്ട് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നില്ല. तो इसलिए प्रार्थना का विषय में मैं अभी नहीं जाना चाहता। എങ്കിലും പൗലോസ്ലിഹായുടെ ഈ 4 പ്രാർത്ഥന ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. और ये पौलुस का एक 4 प्रार्थना है जो लेखाओं में उसने लिखा है, जो मुझे ऐसा लगता है कि शायद पहले भी मैं बोला होगा। എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥന കാണുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായം 15 മുതൽ 19 വാക്യത്തിലും, एफेसो का पुस्तक में हम पढ़ते समय में उसमें 2 प्रार्थनाएं हैं। उसका पहला प्रार्थना एफेसो का पुस्तक पहला अध्याय 15 से लेकर 19 तक, രണ്ടാമത്തെ പ്രാർത്ഥന 3-ാം അധ്യായം 14 മുതൽ 19 വരെയാണ്. और दूसरा प्रार्थना हम देखते हैं उसका तीसरा अध्याय में 14 से लेकर 19 तक। ഈ 2 പ്രാർത്ഥനയും എഫേസ്യ ലേഖനത്തിലാണ്. ये 2 प्रार्थना है एफेसो का पुस्तक में हम देखते हैं। एफेसियंस चैप्टर 1 वर्स 15 to 19 एंड एफेसियंस चैप्टर 3 वर्स 14 to 19, ये 2 प्रार्थना एफेसो में हम देखते हैं। വീണ്ടും ഫിലിപ്പ് ലേഖനത്തില് അതിന്റെ 1-ാം അധ്യായം 9 മുതൽ 11 വരെയും ഒരു പ്രാർത്ഥന കാണാം. और फिर फिलिपियों का पुस्तक पहला अध्याय उसका 3 से 9 हम पढ़ते हैं। सॉरी फिलिपियों का पुस्तक पहला अध्याय 9 से 11 हम पढ़ते हैं। फिलिपियंस चैप्टर 1 वर्स 9 to 11। അപ്പോൾ അവിടെ ഒരു പൗലോസിന്റെ പ്രാർത്ഥന കാണാം. उधर तीसरा प्रार्थना हम देखते हैं पौलुस का। വീണ്ടും 4-ാമത്തെ പ്രാർത്ഥന കാണുന്നത് കൊളോസ്യ ലേഖനത്തിലാണ്. കൊളോസ്യ ലേഖനം അതേ 1-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യം കാണാം. और कोलोसे का पुस्तक में भी हम देखते हैं उसका पहला अध्याय 9 से 13 में भी हम देखते हैं। कोलोसियंस चैप्टर 1 वर्स 9 to 13। നിങ്ങൾ സമയം കിട്ടുന്നവർ അതൊക്കെ വായിക്കുക. तो इसके लिए समय मिलता है तो ये 4 प्रकार का प्रार्थना को आप पढ़ लेना। പിന്നെ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാല് നെഹമ്യാവിന്റെ ഒരു പ്രാർത്ഥന കാണാം. അതിന്റെ നെഹമ്യ 1-ാം അധ്യായത്തിൽ തന്നെ നല്ല അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന കാണാം. और यहाँ तक कि पुराने नियम में अगर जाएंगे तो नेहम्या का प्रार्थना को हम देख सकते हैं, जो हमारे लिए बहुत अच्छा आदर्श है, जो पहला अध्याय में ही हम देख सकते हैं। एक अद्भुत रीति से वो प्रार्थना करता है। എസ്രാ 9-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ എസ്രായുടെ ഒരു അനുഗ്രഹീതമായ പ്രാർത്ഥന കാണാം. एसरा का पुस्तक 9वां अध्याय में जब पढ़ते समय में उसका भी एक आशीषित प्रार्थना को हम देख सकते हैं। ദാനിയേൽ 9-ഉം 10-ഉം അധ്യായം വായിച്ചാൽ അവിടെ ദാനിയേലിന്റെ അനുഗ്രഹീതമായ പ്രാർത്ഥന കാണാൻ പറ്റും. दानियल का पुस्तक उसका 9वां अध्याय और 10वां अध्याय पढ़ेंगे तो उसका भी प्रार्थना को हम देख सकते हैं। ഞാൻ പറഞ്ഞ സാധനം പറഞ്ഞാൽ ഇതിലൂടെ
ഇന്നിപ്പം പ്രാർത്ഥനയുടെ സമയത്തൊക്കെ തങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരും കാണുന്നില്ല. हाँ, तो क्योंकि आज हम लोग जब प्रार्थना करते समय में लोग अपना कमियों को बताकर प्रभु की उपस्थिति में नम्र होने वाला इस रीति का प्रार्थना करने वाले लोग नहीं है, कम है। എന്നാൽ നമുക്ക് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രാർത്ഥനകളെ നമുക്ക് നന്നായി പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ്. लेकिन हमें बाइबल में लिखा हुआ प्रार्थना जो हमारे लिए एक नमूना है, वो प्रार्थना पढ़ के सीखना बहुत अच्छी बात है। അങ്ങനെ ധാരാളമുണ്ട്. ऐसा बहुत सा प्रार्थना है, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. लेकिन मैंने जो उठाकर जो कहा हुआ बातों को अगर वो पढ़ लेंगे तो बहुत अच्छा रहेगा। അപ്പോൾ ഇവിടെ ഞാൻ പൗലോസിന്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ രണ്ടാമത്തെ പ്രാർത്ഥന, അതിന്റെ വിഷയം എല്ലാ ദൈവമക്കളും ദൈവസ്നേഹത്തെ അറിയുവാൻ, അതിന്റെ വീതിയും അതിന്റെ നീളവും അതിന്റെ ഉയരവും ആഴവും അറിയാനും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. हाँ, और एफिसियों का पुस्तक में जब हम पढ़ते समय में जो दूसरा प्रार्थना है, उस प्रार्थना जब पौलुस प्रार्थना करते समय में वहां पर पौलुस प्रार्थना क्या करता है कि वो सभी पवित्र जन परमेश्वर का प्रेम का ऊंचाई, लंबाई, गहराई, चौड़ाई सब पवित्र लोग साथ में समझने का विषय का प्रार्थना है वो। അപ്പോൾ അങ്ങനെ ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. तो अगर वो प्रार्थना अगर हम प्रार्थना करेंगे तो मसीह का भरपूरिता से हम भर जाने का या पूर्णता में भर जाने का अवस्था में हम हो जाएंगे। കാരണം ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹമാണ്. क्योंकि परमेश्वर अगर बोला तो ही वो प्रेम है। Praise the Lord. Amen। അപ്പോൾ ആ സ്നേഹത്തിന്റെ ആൾരൂപമാണ് കർത്താവായ യേശു ക്രിസ്തു. और उस प्रेम का एक व्यक्तित्व यानी कि एक व्यक्ति बनकर आया है, वो प्रेम कौन है? प्रभु यीशु मसीह। अगर प्रेम को एक व्यक्ति में अगर वर्णन करना है तो वो व्यक्ति प्रभु यीशु मसीह है। അപ്പോൾ ഇവിടെ എഫേസ്യ സഭ ഇപ്പോൾ സ്നേഹത്തിൽ ഒരു സ്വല്പം തണുത്തുപോയി. നമുക്കറിയാലോ, പിന്നെ നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ എഫേസ്യ സഭയില് സ്നേഹം തണുത്തു പോയതായിട്ട്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതായിട്ട് പിന്നെ വെളിപ്പാട് 2:4 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. हम जानते हैं एफिसुस के कलीसिया के विषय में पढ़ते समय में, खास रूप में प्रकटीकरण का पुस्तक दूसरा अध्याय में पढ़ते समय में, तुम लोगों ने पहला प्रेम को छोड़ दिया है करके वो बात वहां पर प्रभु वहां पर उठा के कहता है, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റത്തിനെ കുറിച്ച്. അപ്പൊ നല്ല നല്ല സഭയാ, പക്ഷെ നല്ല സ്നേഹം ഉണ്ടായിരുന്ന സഭയാ, പക്ഷെ ആദ്യ സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടു. उसका 2:4 जब पढ़ते समय, रेवलेशन चैप्टर 2:4, पर तुझ में तेरे विरुद्ध में यह कहना है कि तूने अपना पहला सा प्रेम छोड़ दिया है। हाँ, तुमने अपना पहला सा प्रेम छोड़ दिया है। അപ്പോൾ പൗലോസ് എഫേസ്യരിൽ ഉള്ളപ്പോഴത്തേക്ക് അവരെല്ലാവരും സ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരുന്നു. तो पौलुस जब उनके समय में था, उनके साथ था, तो वो लोग सब लोग प्रेम से भरा हुआ था। വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. तो बहुत ही आशीषित कलीसिया था, താൻ അവരെ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചു. क्योंकि पौलुस ने उनको प्रेम के विषय में उनको सिखाया था। ആ സ്നേഹത്തിന്റെ വിവിധ വശങ്ങൾ അവരെ ഗ്രഹിപ്പിച്ചതുകൊണ്ട് അവരെല്ലാവരും വളരെ സ്നേഹിക്കുന്നവരായിരുന്നു. और क्योंकि पौलुस ने प्रेम का अलग अलग तरीका का अवस्था के बारे में, परिस्थिति के बारे में एक एक बातें प्रेम के बारे में सिखाया, तो वो लोग प्रेम में मजबूत थे। മാത്രമല്ല ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പൗലോസ് പ്രാർത്ഥിക്കുകയും ചെയ്തു. और केवल इतना ही नहीं, इस विषय में और बढ़ोतरी के लिए पौलुस ने प्रार्थना भी किया था। നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. इसलिए वो भाग हम पढ़ेंगे। എഫേസ്യർ 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യം വായിക്കാം. एफेसियों का पुस्तक 3रा अध्याय उसका 14 से लेकर 19 तक है। एफेसियंस चैप्टर 3 वर्स 14 to 19, वहां पर पौलुस का प्रार्थना को हम देखते हैं। അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. हाँ, उसको पढ़ेंगे 3:14 से 19। मैं इसी कारण उस पिता के सामने घुटने टेकता हूँ जिसे स्वर्ग और पृथ्वी पर हर एक घराने का नाम रखा जाता है, कि वह अपनी महिमा के धन के अनुसार तुम्हें ये दान दे कि तुम उसके आत्मा से अपने भीतरी मनुष्यत्व में सामर्थ पाकर बलवंत होते जाओ, और विश्वास के द्वारा मसीह तुम्हारे हृदय में बसे, कि तुम प्रेम में जड़ पकड़कर और नींव डालकर और सब पवित्र लोगों के साथ भली भांति समझने की शक्ति पाओ कि उसकी चौड़ाई और उसकी लंबाई और उसकी ऊंचाई और उसकी गहराई कितनी है, और ये मसीह के उस प्रेम को जान सको जो ज्ञान से परे है, कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ। അപ്പോൾ ഇവിടെ പൗലോസ് നല്ലൊരു പ്രാർത്ഥനയാണ്. तो यहाँ पर ये पौलुस का एक बहुत बड़ा अच्छा प्रार्थना है।
നമ്മള് പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. हमने प्रार्थना के विषय में हमने बहुत से बातें हमने सीखा होगा, എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ടോ? लेकिन हमारे व्यक्तिगत जीवन में हम किसको कितना हम प्रार्थना करते हैं क्या? ഇവിടെ പൗലോസ് നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. क्योंकि पौलुस जो है अच्छा प्रार्थना करने वाला मनुष्य था, അപ്പോൾ നമുക്ക് തന്റെ പ്രാർത്ഥനാ ജീവിതത്തെ വളരെ വളരെ വ്യക്തമായിട്ട് അനേക ഇടങ്ങളിൽ കാണാൻ കഴിയും. और उसके लिए हम लोग पौलुस का जीवन जो पत्रों को अगर पढ़ेंगे पौलुस का अलग अलग जगहों पर अलग अलग तरीके का प्रार्थना को हम देख सकते हैं. അപ്പോൾ ഇവിടെ താൻ എന്ത് ചെയ്യാണ്? इधर वो क्या करता है? അതിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. इसके लिए वो 14 और 15 में पढ़ते समय में मैं वो स्वर्गीय पिता के सामने, जो हमारे प्रभु यीशु मसीह का स्वर्गीय पिता के सामने मैं घुटने टेकता हूँ, क्योंकि उनके कारण स्वर्ग में और भूमि के परिवार का नाम आया है. പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തുന്ന അനുഭവം നല്ലതാണ്. क्योंकि प्रार्थना के विषय में आते समय में घुटने में आना बहुत आशीषित बात है. ഇന്നത്തെ തലമുറയ്ക്കൊക്കെ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. आज का ये पीढ़ी को बिल्कुल पसंद नहीं है ये बात. കാരണം നമ്മളൊക്കെ ഇങ്ങനെ കസേരയിലോ നല്ല സുഖമായിട്ടൊക്കെ ഇങ്ങനെ ഒരു സോഫയിലോ ഒക്കെ ഇരുന്ന് അല്ലെങ്കിൽ ചമ്മളം കൂട്ട് അങ്ങനെ ഇരുന്ന് ഈ സന്യാസിമാരൊക്കെ തപസിരിക്കുകയല്ലേ, അങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് പലരുടെയും സ്വഭാവം. क्योंकि लोगों को, क्योंकि आज का पीढ़ी का मतलब हमेशा एक अच्छा बिस्तर में बैठकर या सोफा सेट में बैठकर, यहाँ तक कि अगर थोड़ा भक्ति दिखाना है तो जो सन्यासी लोग क्या करते हैं, किस रीति से पैर एकदम मोड़ के बैठते हैं, उस रीति से बैठेगा तो भी चलेगा बोलकर ऐसा कुछ लोग बोलते हैं. ഞാൻ പിന്നെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും എന്നല്ല ഞാൻ പറയുന്നത്. हाँ प्रियो, एक बात मैं बताना चाहता हूँ, अगर ऐसा घुटने में प्रार्थना करेगा तो ही प्रभु आपका प्रार्थना सुनेगा, ऐसा मैं नहीं कहता. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. क्योंकि मुझे कोई गलत नहीं समझना. നിങ്ങൾക്ക് നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, आप चलते चलते प्रार्थना कर सकते हैं, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, आप लेटते प्रार्थना कर सकते हैं, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, गाड़ी में यात्रा करते समय में प्रार्थना कर सकते हैं. നിങ്ങൾക്ക് തലകുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. आप लोग सर उल्टा करके पैर ऊपर रख के भी आप चाहिए तो अगर हो सक रहा है तो कर लो. നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. क्योंकि हर समय में हर पल आप प्रार्थना कर सकते हैं. എന്നാല് ഇവിടെ ഏറ്റവും ഒരു നല്ല ആദരണീയമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയത്തിന്റെ ഒരു അടയാളമാണ് മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. क्योंकि एक बहुत बड़ा आदर के साथ, सम्मान के साथ परमेश्वर की उपस्थिति में एक नम्र और दीन का स्वभाव को दिखाने के लिए, मतलब एक भक्ति का वो स्वभाव है, वो है जो इज्जतदार प्रार्थना, वो है घुटने में प्रार्थना करना. നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞോട്ടോ. तो इसके लिए मैं फिर से मैं याद दिलाना चाहता हूँ, जो घुटने में रहकर प्रार्थना करेगा वही प्रार्थना सुनेगा करके ऐसा मैं नहीं कहता. എന്നാൽ സ്നേഹവാനായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിനയത്തിന്റെ ഒരു നല്ല അടയാളം. लेकिन एक प्रेम से भरा हुआ पिता परमेश्वर की उपस्थिति में जब मैं विनय से भरकर, नम्रता से भरकर मैं जब प्रार्थना करता हूँ, वो एक भक्ति का एक अच्छा निशानी है. നമുക്കറിയാം 95-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. इसके लिए हाँ, भजन संगीता 95 का 6 जब हम पढ़ते समय में साम्स 95 वर्स 6 में हम वहां पर हम क्या पढ़ते हैं, तुम आओ. तो साम्स 95 वर्स 6 पढ़ेंगे. उसके चारों ओर वैभव और ऐश्वर्य है. 95 का 6. आओ हम झुककर दंडवत करें और अपने कर्ता यहोवा के सामने घुटने टेके. हाँ, अपना कर्ता यहोवा के सामने घुटने टेके. മറ്റുള്ളവരെയും വിളിക്കുകയാണ്, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. तो वो दास वहां पर वो क्या कहता है, वो बाकियों को भी बुला रहे, तुम लोग आओ उस महान परमेश्वर के सामने दंडवत करो, आओ अपने आप को झुकाव करके वो बुला रहा है. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. इसके लिए हमारे जीवन में घुटने में रहकर प्रार्थना करना बहुत ही अच्छी बात है. ഞാന് ഇങ്ങനെ എന്താ പറയാ, ദൈവത്തിന്റെ വചനത്തില് മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. और मैं ये कहने का विषय क्यों मैं उसको ज्यादा मूल्यता दे रहा हूँ, क्योंकि प्रभु के वचन में घुटने में रहकर प्रार्थना करने को, बातों को ज्यादा मूल्यता दिया इसीलिए. നമുക്കറിയാം പഴയ നിയമത്തിലെ നല്ല ഏറ്റവും വലിയ ജ്ഞാനിയായിട്ട് അറിയപ്പെടുന്ന ശലോമോൻ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ടാണ് 1 രാജാവ് 8:54 നമ്മൾ വായിക്കാൻ കഴിയും. हम पहला राजा 8 का 54 जब हम पढ़ते समय में वहां पर सोलोमन राजा जो है, जो बहुत ज्ञानी व्यक्ति है, उधर हम पढ़ते हैं कि समझ में आता है कि सोलोमन भी प्रार्थना करते समय में वो घुटने में रहकर प्रार्थना करता था. അപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ശലോമോൻ ഉണ്ടായിരുന്നു. तो इस तरह घुटने में रहकर प्रार्थना करने का एक स्वभाव सोलोमन को था. പഴയ നിയമത്തിലെ വലിയ വേദപണ്ഡിതനായി അറിയപ്പെടുന്ന ഒരു ശാസ്ത്രിയാണ് എസ്രാ ശാസ്ത്രി. पुराने नियम में सबसे ज्यादा ज्ञानी, जो ज्यादा ज्ञान और एक शास्त्री का रूप में काम करने वाला एक व्यक्ति था, वो है एस्रा. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എസ്ര
മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചത്. लेकिन एसरा का पुस्तक 9 का 5 जब हम पढ़ते समय में इतना बड़ा ज्ञानवान व्यक्ति भी घुटने में रहकर प्रार्थना किया करके एसरा 9:5 में हम पढ़ते हैं. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുന്ന വലിയ ബഹുമാനത്തിന്റെയും നമ്മുടെ വിനയത്തിന്റെയും ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ ആയിരിക്കാൻ പാടില്ല. तो इसके लिए ये मैं जैसे मैं फिर से याद दिलाना चाहता हूँ, ये हमारे परमेश्वर की ओर विनयता और जो भक्ति का विषय में एक बात है, ये पर्सनल बात है, किसी को दिखाने वाली बात नहीं है. ഇതൊരു നിയമമൊന്നുമല്ല, ये कानून नहीं है, व्यवस्था नहीं है. എന്നാൽ നമ്മൾ ഒരു രീതിയിൽ ചിന്തിച്ചാല് ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ദാനിയേൽ 6:10 ദാനിയേൽ ഒരു ദിവസം 3 നേരം 3 പ്രാവശ്യം താൻ മുട്ടിന്മേൽ നിന്ന് താൻ പ്രാർത്ഥിക്കുമായിരുന്നു. हम दानियल का विषय में अगर हम देखा जाए तो दानियल 6:10 में, दानियल 6:10 में भी अगर हम पढ़ेंगे तो दानियल अपना दिन में 3 बार कम से कम प्रभु की उपस्थिति में आकर घुटने में प्रार्थना करता था. അത് തന്റെ ദൈവത്തോടുള്ള തന്റെ ഏറ്റവും ആഴമായ സ്നേഹബന്ധത്തിന്റെ ഒരു തെളിവായിരുന്നു. वो प्रभु से वो बहुत प्रेम करता है, उसका चिन्ह रूप में वो नम्रता वो दिखाता है. നമുക്കറിയാം അവിടെ അനേക പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദാനിയേൽ പതറാതിരുന്നത് കൃത്യനിഷ്ഠയോട് കൂടി ഒരു പ്രാർത്ഥനാ ജീവിതം തനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. आमीन. हम देखते हैं बहुत बड़ा परिस्थिति उसके विरुद्ध आया, उसके खिलाफ आते समय भी तभी भी वो डरा नहीं, डगमगाया नहीं, वो गिरा नहीं, क्योंकि वो एक प्रार्थना करने वाला व्यक्ति था. इसके लिए പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ പതറുകയില്ല, നിങ്ങൾ ഭയപ്പെടുകയില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയും. കാരണം നിങ്ങളും ദൈവവുമായിട്ടുള്ള ആ പ്രാർത്ഥനാ ജീവിതത്തിലാണ് യഥാർത്ഥ ആഴമായ ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. इसलिए प्रियो, मैं आप लोग को एक बात बताना चाहता हूँ, अगर वास्तव में आप एक प्रार्थना करने वाला मनुष्य है, व्यक्ति है, तो कोई भी परिस्थिति आए, कोई भी प्रतिकूल आपके खिलाफ क्यों ना है, आप उसमें डगमगाएंगे नहीं, गिरेंगे नहीं, घबराएंगे नहीं, क्योंकि आपका रिश्ता परमेश्वर के साथ जुड़ा हुआ है. इसलिए आप डरेंगे नहीं और मजबूत हो जाएंगे. ഈ ചിലർക്ക് നമ്മളിങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് അവരൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കൊടുത്താൽ അവർ നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അവർക്കൊരു രഹസ്യ പ്രാർത്ഥന ഇല്ല എന്നുള്ളൊരു തെളിവാണ്. കാരണം ഒരു രഹസ്യ പ്രാർത്ഥനയുള്ള വ്യക്തിക്ക് ചെറിയ ശബ്ദങ്ങളിൽ പരസ്യ പ്രാർത്ഥന ചെയ്താൽ മതി. हाँ, क्योंकि अभी कुछ लोग का अवस्था क्या है, जब लोग इकट्ठा होते हैं समय में और यदि एक व्यक्ति को प्रार्थना करने के लिए मौका मिले तो कुछ लोग क्या करते हैं, वो लोग लंबा प्रार्थना करने के लिए शुरू हो जाते हैं. वास्तव में वो व्यक्ति, वो ऐसे लोगों के जीवन में क्या है, रहस्य जीवन, वो लोग खुद का व्यक्तित्व जीवन में प्रार्थना का जीवन बहुत कमी है. क्यों? क्योंकि अगर व्यक्तिगत जीवन में अच्छे रीति से प्रभु के साथ रिश्ता रहकर अगर वो प्रार्थना करेगा तो उनको एक बात बोध्य होगा, हम जब इकट्ठा होते हैं समय में कुछ शब्द काफी है प्रभु को महिमा देने के लिए, ये प्रभु सिखाएगा. ഞാനൊരു കാര്യം, ഞാനങ്ങനെ വലിയ പ്രാർത്ഥനാ വീരനാണെന്നും അല്ല നിങ്ങളോട് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ എപ്പോഴും ദൈവമക്കളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക. കാരണം ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാതെ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം, അപ്പോൾ തന്നെ അവർ പറഞ്ഞ കാര്യം കർത്താവ് കേട്ട് പ്രവർത്തിച്ചിരിക്കും. मैं मेरे अनुभव का बात मैं बताना चाहता हूँ. मैं कोई प्रार्थना वीर हूँ करके बताने के लिए ये नहीं करना चाहता, लेकिन एक बात मैं बताना चाहता हूँ, ये मेरा पर्सनल अनुभव की बात है. बहुत लोग मेरे को रिक्वेस्ट लेकर आते हैं, ये विषय प्रार्थना करो, वो बात प्रार्थना करो, लेकिन मैं हमेशा एक बात बोलता हूँ कि आप एक बार जो विषय है आप बस प्रभु को बोल दो. ये बात एक बार आपने बोल दिया, मेरे प्रार्थना करने से पहले या मैं प्रार्थना नहीं करूंगा तो भी स्वर्ग ने वो बात सुन लिया है और मेरे प्रार्थना करने से पहले ही उसका उत्तर प्रभु दे देगा. ये मेरे जीवन में हुआ है, इसके लिए मैं कह रहा हूँ. കാരണം ഞാൻ ഇത് ഒരുപാട്, കാരണം നമുക്ക് ലഭിച്ച സമയങ്ങളെല്ലാം നമ്മൾ കർത്താവിന്റെ കൂട്ടായ്മയിൽ കർത്താവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മളായിരിക്കുന്നു. आमीन. क्योंकि मुझे जितना भी समय मिलता है मेरे जीवन में प्रभु के साथ का संगति में और प्रार्थना में मैं समय बिताता हूँ. അപ്പോൾ കർത്താവിന്റെ വചനവും വാഗ്ദത്തവും നമ്മൾ അത് വിശ്വസിക്കണം. इसलिए प्रभु का वचन और उसके सारे प्रतिज्ञाओं को हमें विश्वास करना है. നമുക്കറിയാം 65 സങ്കീർത്തനം 24 വാക്യം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വായിക്കേപ്പിക്കാം. हाँ, 65 भजन संगीता का उसका 24 ओके सॉरी आइज़ाया 65 में 65-24 आइज़ाया 65 का 24 में हम पढ़ते हैं. आइज़ाया 65 verse 24. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരം അരുളും, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. आमीन. पढ़ेंगे आइज़ाया 65 का 24. उनके पुकारने से पहले ही मैं उनको उत्तर दूंगा और उनके मांगते ही मैं उनकी सुन लूंगा. आमीन. आमीन. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പൊ എനിക്ക് ഈ വചനത്തിൽ വളരെ വിശ്വാസം. अब मुझे ये वचन को मैं बहुत गहराई से मैं विश्वास करता हूँ. ഒരു വ്യക്തി എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയെന്നല്ല. उसका मतलब ये नहीं कि कोई व्यक्ति अगर मुझे आकर एक विषय दे जो प्रार्थना के लिए करना होता है उसके लिए मैं प्रार्थना नहीं करूंगा, ऐसा नहीं है. നിശ്ചയമായിട്ടും ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഓർപ്പിച്ച് സ്തോത്രം ചെയ്യും. क्योंकि वास्तव में जब भी कोई विषय आता है तो प्रभु के
उपस्थिति में आकर उसको मैं धन्यवाद देकर प्रभु को मैं उस विषय प्रार्थना में मैं याद रखता हूँ। എന്നാൽ അവിടെ കർത്താവ് പ്രവർത്തിച്ചത് വ്യക്തമായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇത് അനുഭവിച്ചിട്ടുണ്ട്, അത് കാണാൻ കഴിയുന്നുണ്ട്. लेकिन बहुत सा मेरे जीवन में ऐसा एक गवाह है, परिस्थिति ऐसा आया है कि जब भाई लोग ये विषय बोलते समय में स्वर्ग इसके लिए सुनकर उसका जवाब दे दिया रहता है। അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ദാനിയേല് ഒരു പ്രാർത്ഥനാ മനുഷ്യനായതുകൊണ്ട് നിങ്ങൾക്കറിയാം, വലിയ പ്രതികൂലമൊക്കെ വന്നപ്പോഴും തനിക്ക് ഒരു ഭയവും ഇല്ല. സാധാരണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ആ പ്രാർത്ഥന കണ്ടിന്യൂസ് ചെയ്തു. हाँ, हम देखो दानियल का जीवन हम देख रहे थे। दानियल जब प्रार्थना करते समय में उसका जीवन में ऐसा परिस्थिति आया कि प्रार्थना करने का मना ही आया, लेकिन जब ऐसा प्रतिकूल आते समय में भी जैसा साधारण रीति प्रतिदिन जैसा वो दिन में 3 बार प्रार्थना करता था, उस दिन भी प्रतिदिन के जैसा 3 बार प्रार्थना किया, क्योंकि वो हमेशा उसी मनोभावना में था। वो എനിക്ക് ദൈവമക്കളോട് ഒരു അപേക്ഷയുള്ളത്, इसके लिए मैं मेरे प्रभु के लोगों की एक विनती है, നിങ്ങളുടെ വചനവായന എത്ര കൂടിയാലും പ്രാർത്ഥന കുറയരുത്. आपका वचन का पढ़ना कितना भी बढ़ जाए, प्रार्थना कम नहीं करना। മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, കുറയ്ക്കരുത്. कोई भी कारण बहाना लेकर प्रार्थना को कम नहीं करना, प्रार्थना नहीं करना, इस अवस्था में ना आए। കാരണം നമുക്കറിയാം കർത്താവിന്റെ പഠിപ്പിക്കലിൽ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. आमीन। क्योंकि प्रभु ने भी सिखाया हुआ बात को अगर हम देखेंगे तो निरंतर प्रार्थना करना है, यही प्रभु कहता है। ദാനിയേല് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചെങ്കിൽ നമുക്ക് 3000 പ്രാവശ്യം പ്രാർത്ഥിക്കണം. अगर दानियल 3 बार प्रतिदिन प्रार्थना करता है तो हमको कम से कम 3000 बार तो प्रार्थना करना चाहिए ना। കാരണം എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കും. क्योंकि हमेशा प्रार्थना में बने रहने का अवस्था हमें रहना चाहिए। ഏതായാലും ഇവിടെ അങ്ങനെ എപ്പോഴും മുട്ടുപേദന നിൽക്കേണ്ടി വരും അല്ലേ? वो दिन में 3000 बार प्रार्थना करना पड़ेगा बोल तो हमेशा घुटने में बैठना पड़ेगा, ऐसा नहीं है। അപ്പോൾ ദാനിയേൽ 3 പ്രാവശ്യം മുട്ടുമേന്ന് പ്രാർത്ഥിച്ചു. ഇത് കൂടാതെ എത്രയോ ഏതെല്ലാം രീതിയിൽ ദാനിയേൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. हाँ, अभी प्रतिदिन दानियल का विषय में जो स्वाभाविक रीति से प्रतिदिन 3 बार वो घुटने में प्रार्थना किया है, वो हम देखते हैं। उसके अलावा जब भी मौका मिलता होगा कितने बार प्रार्थना किया होगा, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. आप लोग समझ गए होंगे। വീണ്ടും നമ്മൾ ഏലിയാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഏലിയാവ് ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. हमने एलिया के विषय में अगर हम देखा जाए तो भी वो भी एक प्रार्थना करने वाला व्यक्ति था। ഏലിയാവിനെ കുറിച്ച് വായിക്കുമ്പോൾ 1 രാജാവ് 18:42 ആഹാബിനോട് മഴയെക്കുറിച്ച് പറഞ്ഞ ശേഷം താൻ മലയിൽ കയറി മുഴങ്കാലിൽ നിന്ന് താൻ പ്രാർത്ഥിച്ചു. हम देखते हैं कि एलिजा के विषय में भी हम देखते हैं, या एलिया के विषय में हम देखते समय में पहला राजा उसका 18 का 42 जब हम पढ़ते समय में जब बारिश का विषय जब वहां पर आया तो वो तुरंत प्रभु की उपस्थिति में जाकर घुटने में रहकर प्रार्थना किया करके हम पढ़ते हैं। അപ്പോൾ തന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഴ വന്നു. और उसका प्रार्थना का प्रतिफल देखो, उत्तर देखो, वो तो प्रार्थना बारिश गिरा। വീണ്ടും നമ്മൾ സ്തെഫാനോസിനെ കുറിച്ച് കാണുമ്പോൾ और उसके बाद हम स्टेफानोस के जीवन में अगर हम देखें तो നമുക്കറിയാം മറ്റുള്ള ജനങ്ങൾ പല്ല് കടിച്ച് സ്തെഫാനോസിനെ കല്ലെറിയാണ്. और दूसरा बाकी लोग क्या कर रहे हैं, वो लोग दांत को पीसते हुए पत्थर उठाकर मारने के लिए स्टेफानोस के ऊपर आया। പുതിയ നിയമസഭയിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ഈ കല്ലേറ് കൊള്ളുമ്പോഴും അവർക്ക് വേണ്ടി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാം. लेकिन हम देखते हैं नए नियम में जो शहीद हुआ, जो रक्तसाक्षी हुआ, पहला विश्वासियों में एक है जो स्टेफानोस, वो जब लोग उसके खिलाफ आकर पत्थर मारते समय में भी वो उधर ही घुटने टेक कर पत्थरवारों के लिए वो प्रार्थना करता है, विनती करता है। കർത്താവ് കാണിച്ചു തന്ന ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആ വലിയ ദൈവസ്നേഹം അപ്പോസ്തലപ്രവൃത്തി 7:60 നമുക്ക് കാണാൻ കഴിയും. इसके लिए हम देखते हैं जो प्रभु ने हमें जो आदर्श दिया विश्वासियों के लिए कि शत्रुओं के लिए भी प्रार्थना करना है, शत्रुओं से भी प्रेम करना, वो सेम स्वभाव हम प्रेरितों का कार्य उसका 7 का 60 में Acts chapter 7 verse 60 में हम पढ़ते देखते हैं। പിന്നെ നമ്മൾ പത്രോസിന്റെ ജീവിതത്തിലും നമുക്ക് വളരെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് കാണാൻ കഴിയും. पत्रोस का जीवन में भी अगर हम देखा जाए तो एक प्रार्थना का जो जीवन को हम देखते हैं। ഒരു സമയത്ത് താൻ പ്രാർത്ഥനയിൽ പരാജിതനായിരുന്നു. एक समय में वो प्रार्थना में हारा हुआ व्यक्ति था। എന്നാൽ പെന്തക്കോസ്ത് നാളിന് ശേഷം താൻ ആത്മാവിൽ നിറയപ്പെട്ടതിന് ശേഷം താൻ നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായി മാറി. लेकिन पेंतकोस्त के दिन के बाद जब वो आत्मा में उसमें उभर गया, वो एकदम प्रार्थना पूर्वक मनुष्य बन गया। അങ്ങനെ പ്രാർത്ഥിക്കുന്ന പത്രോസ് തബീതയുടെ മരണവാർത്ത പിന്നെ നിങ്ങൾക്കറിയാം ആ സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി. തബീത സൽപ്രവർത്തികൾ ചെയ്തു പോന്നു, ദാനധർമ്മങ്ങൾ ചെയ്തു പോന്നു. അത് എല്ലാവരും പറയാനിടയായി. ഈ തബീത മരിച്ചു പോകാനായപ്പോൾ ഈ പത്രോസിനെ വരുത്തി. അപ്പോൾ അവിടെ പത്രോസ് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 9:40 കാണാൻ കഴിയും. तो ये प्रार्थना का जीवन का विषय में पत्रोस के विषय में देखा जाए तो खास एक ऐसा संभव जो तबीता का जीवन में, मैंने पहले ही तबीता के बारे में हमने कहा था कि तबीता भले कार्य करने में बहुत वो आगे थी। तो ये तबीता जब वो जो गुजर गया, यानी कि प्रभु में निद्रा पाया है करके जब ये खबर पत्रोस को मालूम पड़ा तो प्रेरितों का कार्य 9:40 में Acts 9:40 में हम देखते हैं कि वो उधर आकर घुटने में रहकर प्रार्थना किया करके हम
हम वहां पर हम पढ़ते हैं। ഞാൻ ഈ എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുന്നില്ല, നിങ്ങൾ അത് എഴുതിയെടുക്കണം, എന്നിട്ട് നിങ്ങൾ അത് വായിക്കണം. ये सब सभी प्रार्थनाओं को, सभी वाक्यों को मैं पढ़ा नहीं रहा हूँ, लेकिन मैं विश्वास करता हूँ आप सब लिखे होंगे ताकि आप अपना पर्सनल टाइम में उसको पढ़ सके। വീണ്ടും നമ്മൾ പൗലോസിന്റെ നമ്മുടെ ജീവിതം നോക്കുമ്പോൾ और पौलुस का जीवन में भी अगर हम देखें तो നമുക്കറിയാം, താൻ പിന്നെ തന്റെ കൂട്ടുവിശ്വാസികളോട് വിട പറയുമ്പോൾ കടൽക്കരയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 20:36 നമുക്ക് കാണാൻ കഴിയും. हाँ, जब पौलुस अपने प्रिय भाइयों के साथ विदा करते समय में वो समुद्र के किनारे में ही वो रहकर उसका 20वां अध्याय, प्रेरितों का कार्य 20वां अध्याय उसका 37, 38 में 36 सॉरी 36 उसका 20 का 36 में हम पढ़ते हैं कि पौलुस उधर ही तट पर वो लोग रहकर घुटने में आकर प्रार्थना किया करके हम पढ़ते हैं। നോക്കണം. അപ്പോൾ അവിടെ അവരിൽ നിന്നും വിടവാങ്ങി അവസാനം ഒരു പ്രാർത്ഥനയോടുകൂടി അവര് ആ കാര്യങ്ങൾ വിട പറയുകയാണ്. അപ്പോൾ താൻ മുട്ടുകുത്തിയാണ്, അവിടെ സമുദ്രതീരത്താണെങ്കിൽ അവിടെ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. तो उधर भी हम देखते हैं एक्स 20:36, एक्स 20 का 36 में कि उधर भी वो लोग क्या किया, समुद्र के तट पे रहकर ही भाइयों से विदा बोलते समय में वो उधर ही घुटने में आकर प्रार्थना करके विदा किया। ഞാനൊരു ദേവദാസിനെ കുറിച്ച് ഇങ്ങനെ നല്ലൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. मैं एक प्रभु का दास के बारे में ऐसा गवाही मैंने सुना है। നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. ഭഗത് സിംഗ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ. आप लोग ने भी शायद उसके बारे में पढ़ा होगा या सुना होगा। मैं भाई भक्त सिंह के बारे में बोल रहा हूँ। ഭഗത് സിംഗ് പിന്നെ അധിക പങ്കുകളും പ്രാർത്ഥിക്കുന്നത് മുഴുവനും മുഴങ്ങാലിൽ നിന്നുണ്ടായിരുന്നു. हाँ, भक्त सिंह अपने जीवन में प्रार्थना में ज्यादा समय बिताते समय में अक्सर प्रार्थना घुटने में ज्यादा करता था। താൻ എവിടെയെങ്കിലും ഈവൻ വഴിയിലാണെങ്കിലും വഴിയിലാണ് മുട്ടുകുത്തും. वो अगर रास्ते में भी रहते समय में उधर भी वो घुटने में रहता था। मैं അതൊരു പിന്നെ അത് മറ്റുള്ളവരെ കാണിക്കാനോ ആകർഷിക്കാനോ വേണ്ടിയല്ല. तो वो दूसरों को दिखाने के लिए या आकर्षण करने के लिए नहीं था, അത് ദൈവത്തിന്റെ സന്നിധിയിലുള്ള തന്റെ ആ വിനയത്തെ കാണിക്കുന്നു. बल्कि वो परमेश्वर की उपस्थिति में उसका वो नम्रता और विनयता को दिखाता है। അപ്പൊ നമ്മുടെ കർത്താവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? या अगर हम प्रभु का जीवन को अगर ले ले तो കർത്താവും പ്രാർത്ഥനാ മനുഷ്യനായിരുന്നല്ലോ. प्रभु भी प्रार्थना करने वाला मनुष्य था ना। കർത്താവിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. प्रभु के समान प्रार्थना करने वाला उनका तुल्य के समान कोई नहीं है। അത് രാവിലെ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചു, वो अधीर सवेरे उठकर वो प्रार्थना करता था, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, पूरा रात प्रार्थना करता था। ഇങ്ങനെ എപ്പോഴും പിന്നെ പ്രസംഗം കഴിഞ്ഞ ശേഷം മലയിലേക്ക് കയറി പോയി പ്രാർത്ഥിച്ചു. जो किधर प्रचार हो जाने के बाद तुरंत पर्वत में जाकर वो प्रार्थना करता था। തന്റെ ജീവിതം ആരംഭിക്കുന്നത് അല്ലെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. उनका परिचय जीवन यानी कि 3.5 साल का जो सेवा का वो शुरू करते समय में उसका शुरुआत में भी हम देखते हैं प्रार्थना करके शुरुआत किया था। നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മ ഇറങ്ങി വരുന്നത്. हम देखते हैं कि प्रार्थना करते समय में हम देखते हैं कि पवित्र आत्मा उतर कर आया कबूतर के रूप में। നമ്മൾ देखണേ, अब देखना है, എവിടെ നോക്കിയാലും പ്രാർത്ഥന. वो हमेशा हम देखते हैं कि प्रार्थना का स्वभाव को हम देखते थे। അപ്പോൾ താൻ ക്രൂസിഫിക്കേഷനിലേക്ക് നടത്തപ്പെടുമ്പോൾ, ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുമ്പോൾ, തന്റെ അന്ത്യയാത്രയുടെ സമയത്തും താൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഗെത്സമനയിൽ പോയി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മുഴങ്കാലിൽ നിന്നുകൊണ്ട്. और यहाँ तक कि क्रूस पे लेके जाने से पहले भी गethsemane में उसका जो आखिरी पल उसने जो बिताया वो पल भी वहां पर हम देखते हैं कि घुटने में रहकर प्रार्थना किया करके हम पढ़ते हैं। അപ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക മുട്ടുമേൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. क्योंकि आज परमेश्वर का पुत्र प्रभु यीशु मसीह ने हमको जो आदर्श और नमूना दिखाया है वो कैसा था, घुटने में रहकर प्रार्थना किया। നമ്മൾ ലൂക്കോസ് 22:41 വായിക്കുന്നുണ്ട്. लूका का सुसमाचार 22 का 41 में, लूक चैप्टर 22 वर्स 41 में हम पढ़ते हैं। അപ്പോൾ ഞാൻ അതൊക്കെ വായിപ്പിക്കുന്നില്ല ഇപ്പോൾ. ये सब मैं पढ़ा रहा नहीं हूँ, आप लोग पढ़ लेना लूक 22:41 में। അപ്പോൾ കർത്താവോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. प्रभु वहां पर घुटने में रहकर प्रार्थना किया। അപ്പോൾ എനിക്കും എല്ലാ വിശുദ്ധന്മാരോടും ഒരു അപേക്ഷയുള്ളത്, നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ അത് വളരെ, ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ആത്മപ്രേരണയോടുകൂടി മുഴങ്ങാലിൽ നിന്ന്. കാരണം എനിക്കറിയാം, ഞാൻ അനേക നല്ല വിശുദ്ധ ജീവിതം നയിച്ചിട്ടുള്ള അനേക വിശുദ്ധന്മാരെ എനിക്കറിയാം. അവരുമായിട്ടുള്ള നല്ല കൂട്ടായ്മ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആരുടെയും പേരെടുക്കുന്നില്ല. ഞാൻ അവരെ ശ്രദ്ധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം, അവരുടെ മുട്ടുകൾ ഈ ഒട്ടകത്തിന്റെ മുട്ടുപോലെ മുട്ടുമേലൊക്കെ നല്ല തഴമ്പായിരുന്നു. പറഞ്ഞാൽ എപ്പോഴും മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന് അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. इसके लिए प्रभु मेरे सारे भाई बहनों से मेरा ये विनती है कि आप लोग मेरा बात सुनकर नहीं, आत्मा के प्रेरणा से जब भी आपको मौका मिले तो आप प्रार्थना करते समय में घुटने में आकर आत्मा का प्रेरणा से आप ये करना। क्योंकि मैं कुछ विश्वासियों को जानता हूँ, कुछ भक्तों को मैं मेरे जीवन में मैंने देखा, मैं किसी का नाम लेना नहीं चाहता, उनका घुटना का अवस्था को देखकर मैं समझ गया ये आदमी हमेशा घुटने में ही प्रार्थना करता है करके। क्योंकि उसका घुटना उतना उसमें चोट लगकर घुटना वैसा घुटने में रहने की वजह से जो चोट आता है, घुटने का अवस्था जो होता है देखकर मालूम पड़ा। അപ്പോൾ ഇന്ന് നമുക്ക് ഞാനിത് പറഞ്ഞത് പറഞ്ഞാല്, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനിത് പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത് കംപ്ലീറ്റും മുഴങ്കാലിൽ നിന്നുകൊണ്ടാണ്. ഞാനത് എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് മറ്റു രീതിയിലല്ല,
അത് ഞാൻ നിങ്ങളോട് പറയുന്ന പറഞ്ഞാല് ഞാനിത് ചെയ്യാതെ പറയുകയല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ പറയുക. और ये बात जब मैं बोलते समय में, क्योंकि जब मेरा पर्सनल विषय आते समय में, जब मैं दूसरों के लिए मध्यस्थी प्रार्थना करते समय में, मैं हमेशा उसको घुटने में रहकर ही मैंने प्रार्थना किया है. ये बात मैं आपको ये बताना नहीं चाहता कि मैं बहुत भक्ति हूँ या घुटने में प्रार्थना, वो बताने के लिए नहीं, लेकिन मैं ये खुद करता हूँ, इसलिए मैं बोल रहा हूँ, ये बोलने के लिए मैं बता रहा हूँ. എപ്പോഴും മുട്ടുമേ തന്നെ നിന്നുകൊണ്ടല്ല, എന്നാല് മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത് കംപ്ലീറ്റും മുടങ്കാലിൽ നിന്നുകൊണ്ടാണ്. എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി, മറ്റനേക വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും മുടങ്കാലിൽ നിന്നുകൊണ്ട്. मेरा हर प्रार्थना में घुटने में नहीं करता, लेकिन एक मध्यस्थी प्रार्थना के लिए मैंने एक समय रखा है. वो मध्यस्थी प्रार्थना जब भी मैं भाइयों के विषय में जब आते समय में उनका सभी विषय, सभी जरूरतें, जो भी विषय और रिक्वेस्ट आता है, वो सब बातों को लेकर जब मैं मध्यस्थी प्रार्थना करते समय में, वो हमेशा प्रभु की दया से मुझे घुटने में रहकर प्रार्थना करने के लिए प्रभु ने सहायता किया है. അപ്പോൾ ഞാൻ പറയുന്നത് സാരെന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, നമ്മളും ആവോളം നമുക്ക് മുടങ്കാലിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് അനുഭവിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് നിങ്ങളോടൊരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുന്നേ ഉള്ളൂ. ये सिर्फ मेरा एक अभिप्राय है, यानी कि मेरा बस एक अवस्था है जो मुझे आनंद मिला है, वही बात मैं आपको बताना चाहता हूँ. कानून है बोलकर समझना नहीं. अगर आप लोग इसे घुटने में रहकर प्रार्थना करेगा तो आपको एक आशीष मिलेगा. എനിക്കറിയാം അനേക വിശുദ്ധന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, और मैं जानता भी हूँ बहुत पवित्र जन ऐसा कर भी रहे हैं. എന്നാലും എല്ലാവർക്കും വേണ്ടി ഒരു പ്രോത്സാഹനം തന്നേ ഉള്ളൂ. लेकिन बस सभी लोग जो मेरे सुन रहे हैं उन सबके लिए एक प्रोत्साहन हो जाए, इसके लिए मैं कह रहा हूँ. അപ്പോൾ ഇവിടെ പൗലോസ് എന്തിനു വേണ്ടിയാണ് ഈ മുടങ്കാലിൽ പ്രാർത്ഥിക്കുന്നത്? तो ये सब भाइयों को, यानी कि खास रूप में पौलुस भी वो घुटने में रहकर क्यों प्रार्थना किया? അതിന്റെ പിന്നെ എഫെസ്യർ 3:17 ബി പാട്ടില്, एफिसियों का पुस्तक 3:17 का बी पार्ट में हम पढ़ते हैं, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി മാറണം. ताकि तुम लोग प्रेम में जड़ पकड़कर उसमें नींव बांधकर मजबूत हो जाए, इसके लिए. നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, എഫെസ്യർ 3:17 ബി പാട്ട്. हाँ, आप लोग सब लोग ध्यान रखना है. एफिसियों का पुस्तक 3:17 में लिखा हुआ बात है वो. അപ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. हाँ, तुम लोग प्रेम में जड़ पकड़ना है. അപ്പോൾ നമ്മൾ എവിടെയാണ് വേരൂന്നണ്ടേ? हमें कहाँ पर जड़ पकड़ना है? നമുക്കറിയാം, ഈ വേരൂന്ന് പറയുമ്പോൾ ഒരു വൃക്ഷത്തോടുള്ള ബന്ധത്തിലാണല്ലോ പറയുന്നത്. जब जड़ पकड़ना करके एक शब्द ऐसा आते समय में हम जानते हैं ना, वो पेड़ के बारे में कहता है. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹത്തിൽ വേരൂന്നണം. तो वो जड़ पकड़ना है मतलब क्या है? प्रेम में जड़ पकड़ना है. അതിന് വേരൂന്നാനായിട്ട് ഒരു വാക്യോടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. जड़ पकड़ने के विषय में और एक वाक्य में उसी के साथ में पढ़ाना चाहता हूँ. കൊളോസ്യർ 2:7 कोलोस्यर 2:7 में हम पढ़ते हैं, അവനിൽ വേരൂന്നി ആത്മീയ വർദ്ധന പ്രാപിക്കുക. അവനിൽ വേരൂന്നുക. हाँ, उसमें जड़ पकड़कर विश्वास में आत्मिक उन्नति पाए. Praise the Lord. आमेन. അപ്പോൾ എന്ന് പറഞ്ഞാല് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് कर्तावा यीशु क्रिस्तु। हम जानते हैं, मैंने कहा था ना, प्रेम का पूर्तिकरण या प्रेम को एक व्यक्तित्व अगर दिया जाए, प्रेम अगर एक व्यक्ति कौन है करके बताया जाए तो वो प्रभु यीशु मसीह करके मैंने आपको पहले बताया था। അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ വേരൂന്നുക അല്ലെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നിലനിൽപ്പ് ഈ വേരൂന്നതിന്റെ അടിസ്ഥാനത്തിലാണ്। हाँ, तो इसके लिए प्रेम में जड़ पकड़ना या मसीह में जड़ पकड़ना मतलब हमारा मसीह चाल चलन में किस तरह जड़ गहराई में गया वो अर्थ पर है। എത്ര വലിയ വൃക്ഷമായാലും അത് അതിന്റെ ആഴത്തിൽ വേരൂന്നിട്ടില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല। देखो, कितना भी बड़ा पेड़ अगर बाहरी रूप से अगर दिखा जाए लेकिन उसका जड़ अगर गहराई तक गया नहीं है तो वो पेड़ मजबूत नहीं है। ശരിയായ നിലയിൽ ഫലം കായ്ക്കുവാനും നിലനിൽക്കുവാനും കഴിയണമെങ്കിൽ ഈ വൃക്ഷം അതിന്റെ ആഴത്തിൽ വേരൂന്നണം। क्योंकि अगर वो पेड़ को ज्यादा समय तक टिकना है और बहुत फलवंत अगर होना है तो वो गहराई में जड़ पकड़ना जरूरी है। നമുക്കറിയാം, ചില വലിയ വൃക്ഷങ്ങളൊക്കെ ചെറിയ കാറ്റ് വരുമ്പോഴേ പടർന്നു വീഴുന്ന കാണാം। हम देखते हैं कि बड़े बड़े पेड़ है लेकिन छोटा सा हवा आ जाता है उधर ही गिर जाता है। എന്താണ് കാരണം? ऐसा क्यों होता है? നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, അതിന് വേര് താഴെയിട്ട് ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല। क्योंकि ऐसा क्यों है? क्योंकि उसका जड़ गहराइयों में गया नहीं है। എല്ലാ വിശുദ്ധന്മാരും നമ്മൾ സ്നേഹത്തിൽ വേരൂന്നിട്ടുണ്ടോ, എത്രമാത്രം നമുക്ക് ആഴത്തിൽ വേരൂന്നുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പരിശോധിക്കണം। इसके लिए हर एक विश्वासी अपने जीवन में ये परखे जांचे कि हमें कितना प्रेम के गहराई में जड़ पकड़ा है कि नहीं देखना है। നമുക്കറിയാം, ഈ സ്നേഹത്തിൽ വേരൂന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രിസ്തുവാളല്ലേ ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത്। मैं बात बताना चाहता हूँ कि हमारा मसीह जीवन का ये रहस्य सबसे बड़ा खुशी और आनंद के बाद मैं मसीह में कितना गहराई में जड़ पकड़ा हूँ उस वो आधार पर रहेगा। പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹത്തിൽ വേരൂന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഴത്തിൽ
ആഴത്തിൽ അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹത്തിൽ നിന്നും നമ്മളെ മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. Amen. अगर हम प्रेम में अगर बने रहे, यानी कि उस प्रेम में अगर जड़ पकड़ा रहा, तो ये अगर सच्ची में अगर उस प्रेम में अगर जड़ के गहराइयों में अगर गया है, तो मैं आपको एक बताना चाहता हूँ, मसीह के इस प्रेम से हमें कोई अलग नहीं कर सकता. അതാണ് പഠിക്കണ്ടേ. हमें ये बात हमें सीखना है. ഞാൻ പറയട്ടെ, നിങ്ങളൊരു ഒന്നൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പൗലോസ്ലീഹ ചലഞ്ച് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെ വായിക്കുമ്പോൾ पौलुस अपने जीवन में एक बात एकदम चैलेंज के रूप में एक बात कहने वाला बात हम देखते हैं. वाक्य को पढ़ते समय में रोमियो का पुस्तक उसका 8वां अध्याय 35 से लेकर 38 तक जब हम पढ़ते हैं, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? कौन है जो हमें मसीह के प्रेम से अलग कर सकता है? നോക്കണം, ഒരു യഥാർത്ഥത്തിൽ ആഴത്തിൽ സ്നേഹത്തിൽ വേരൂന്നിയിരിക്കുന്ന പൗലോസ്ലീഹ തന്റെ അനുഭവത്തിലൂടെ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ്. तो वो पौलुस अपने जीवन में प्रभु का प्रेम का गहराई को समझने के बाद वो एकदम चैलेंज करके, मतलब वो एकदम टक्कर की बात लेकर कहता है कि इस प्रेम से कौन हमें अलग कर सकता है. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, इसलिए प्रिय एक बात मैं आप लोग को याद दिलाना चाहता हूँ. ഇവിടെ നിങ്ങൾ 39 വരെയുള്ള വാക്യം വായിച്ചാൽ आप ये 39 तक अगर आप पढ़ेंगे तो അവിടെ 17 കൂട്ടം കാര്യങ്ങള് ശത്രുത അല്ലെങ്കിൽ നമുക്കെതിരെ പോരാടി നമ്മുടെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ കുറിച്ചുള്ള വിവരണം 17 വിവരണങ്ങൾ തന്നിട്ടുണ്ട്. तो वहां पर हमें प्रभु के प्रेम से हमें अलग करने वाला या हमारे प्रतिकूल या हमारे खिलाफ आने वाला 17 बातें वहां पर हम देख सकते हैं. നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് വായിക്കണം. आप लोग 35 रोमे का पुस्तक उसका 8वां अध्याय 35 से लेकर 39 को ध्यान से आप लोग पढ़ना. ഞാൻ വെറുതെ ഒന്ന് വായിച്ചു വിടാം. मैं चाहिए तो बस ऊपर से जस्ट पढ़ लेता हूँ. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇനി പിന്നെ വീണ്ടും നമ്മൾ വായിക്കുന്നത് പിന്നെ മരണം, ജീവൻ, ദൂതൻ, വാഴ്ച, അധികാരം, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഉയരം, ആഴം, യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 17 കൂട്ടം കാര്യങ്ങളുണ്ട്. നിങ്ങളത് സാവകാശത്തിൽ വായിച്ചു നോക്കിയാൽ മതി. वो 35 पढ़ना पहला 30 വയസ്സ് 39 എന്തൊക്കെ പढ़ लो, कोई बात नहीं. अरे कौन हमको मसीह के प्रेम से अलग करेगा? हाँ. क्या क्लेश या संकट, हाँ. या उपद्रव या अकाल, हाँ. या नंगाई या जोखिम, हाँ. या तलवार, हाँ. जैसा लिखा है. हाँ, उसके बाद डायरेक्ट 38 में जाना क्योंकि समय क्योंकि- बचाने के लिए. हाँ. क्योंकि मैं निश्चय जानता हूँ कि न मृत्यु न जीवन, हाँ. न स्वर्गदूत न प्रधानताएं, हाँ. न वर्तमान न भविष्य, हाँ. न सामर्थ न ऊंचाई, हाँ. न गहरी न कोई और सृष्टि हाँ. हमें परमेश्वर के प्रेम से हमारे प्रभु यीशु मसीह में है अलग कर सकती. हाँ, ये मैं निश्चय से मैं कहता हूँ. पौलुस का उसका कॉन्फिडेंस देखो कि मैं मसीह में रहने की वजह से मैं निश्चय होकर कहता हूँ कि ये 17 बातें भी हमें प्रभु के प्रेम से हमें अलग नहीं कर सकता. ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ഉറച്ചിരിക്കാന്ന് और പറയുന്നത്. मैं इस पे दृढ़ पकड़ा हुआ हूँ करके पौलुस कहता है. आमेन, आमेन. ദൈവമക്കളെ, അങ്ങനെയുള്ള ഒരു ഉറപ്പാണ് ദൈവമക്കൾക്ക് വേണ്ടത്. इस प्रकार का जड़ पकड़कर मजबूती का बात है, हमें हर विश्वासी को रहना चाहिए. ദൈവ സ്നേഹത്തിൽ നമ്മൾ വേരൂന്നണം, ആ കർത്താവിൽ നമ്മൾ വേരൂന്നണം. പ്രിയമുള്ളവരെ, ആ വേര് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധികൾക്കും നമ്മളെ ദൈവ സ്നേഹത്തിന് അകറ്റാൻ കഴിയും. तो इसके लिए हमें प्रभु का मसीह का इस प्रेम में हमें जड़ पकड़ना है. अगर वास्तव में हमारे प्रभु का वो प्रेम का वो जड़ अगर गहराई तक गया है तो कोई हमें प्रभु का प्रेम से अलग नहीं कर सकता. അപ്പോൾ തന്റെ ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഇന്നിപ്പോ പ്രവേശിക്കുന്നില്ല. तो आज वो प्रार्थना का गहराई में हम लोग नहीं जा रहे हैं, കാരണം വെച്ചാൽ ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഇടയ്ക്ക് പിന്നെ മുറിക്കേണ്ടി വരും. क्योंकि अगर वो उस विषय में अगर हम गए तो फिर उसको आधा काटना पड़ेगा. എന്നാൽ ഞാൻ എനിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ, लेकिन मेरे आपके लिए एक विनती है, നമ്മൾ വീണ്ടും ജനിച്ച നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. अगर नए जन्म अगर हम पाए हैं तो हमारे अंदर प्रभु का आत्मा है. അപ്പോൾ ഈ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ഈ സ്നേഹം വെളിപ്പെട്ട് കാണണം. Amen. इसके लिए जिसके अंदर आत्मा अगर प्रकट है, कार्य कर रहा है, तो उसके अंदर ये प्रेम भी प्रकट होएगा. ഈ സ്നേഹം നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. और ये प्रेम हमारे अंदर है, അതൊന്ന് ഒഴുകട്ടെ. वो सिर्फ बाहर बहने दो. പ്രിയമുള്ളവരെ, എത്ര ഒഴിയാലോ കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. आमेन. और कितना ये बाहर बहेगा वो कम नहीं होएगा बल्कि बढ़ते
रहेगा। അതാ ഈ സ്നേഹത്തിന്റെ ഒരു വലിയ ഒരു പിന്നെ രഹസ്യം. वही है ये प्रेम, बहने वाला प्रेम का बहुत बड़ा खासियत रहस्य की बात। നിങ്ങൾക്ക് സുപരിചിതമാണ് റോമർ 5:5. आप लोग को ये वाक्य पता होगा, रोमियो का पुस्तक 5:5 में, रोमन्स चैप्टर 5:5। ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. पढ़ेंगे। क्योंकि पवित्र आत्मा जो हमें दिया गया है, उसके द्वारा परमेश्वर का प्रेम हमारे मन में डाला गया है। हमारे मन में डाला गया है। അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ കാണിക്കുന്ന ഈ സ്നേഹം നമ്മുടെ മാനുഷികമായ ഫീലിയ സ്നേഹം ആകാൻ പാടില്ല. इसके लिए पहले भी मैंने ये बात कहा है, हमें ये जो प्रेम दिखाते समय में मनुष्य का प्रेम, जो फिलिया प्रेम है, वो प्रेम नहीं होना चाहिए जो दिखावटी है। ഇത് അഗാപേ പ്രേമായിരിക്കണം. बल्कि ये अगापे प्रेम होना चाहिए। നമ്മള് ദൈവത്തിന്റെ സ്നേഹമാണ് വ്യാപാരം ചെയ്യേണ്ടത്. क्योंकि हमें परमेश्वर का प्रेम का व्यापार करना है, അത് നിസ്വാർത്ഥമാണ്. और वो जो बिना स्वार्थ का है। അത് ഒരിക്കലും മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടല്ല. वो लोग कभी भी कुछ चीज को पसंद करके प्रेम नहीं करता। നമ്മള് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ നിരാശരായി പോകുന്ന കേട്ടോ, ഞാൻ ഇത്രയും വലിയ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതേ ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ ഒക്കെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ ദൈവസ്നേഹം പങ്കുവെക്കുന്നില്ല. अगर हम लोग कभी निराश हो जाते हैं, देखो ना मैंने इतना कार्य वो व्यक्ति के लिए किया लेकिन वो एक धन्यवाद भी नहीं बोला, मेरे लिए कोई भी प्रेम नहीं दिखाता बोल के, अगर इस रीति का स्वभाव है तो हम लोग मसीह का प्रेम नहीं प्रकट कर रहे हैं। നമ്മൾ ആ സ്നേഹത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തതിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ഓർമ്മയും ഉണ്ടായി. क्योंकि जो बात अगर मसीह के प्रेम में विवश होकर हम करेगा, वो काम हमको याद भी नहीं रहेगा। കാരണം അത് നമ്മളല്ലോ ചെയ്ത കർത്താവല്ലേ ചെയ്തത്. आमीन। क्योंकि वो काम हमने नहीं किया, प्रभु ने किया है ना। കർത്താവിന്റെ സ്നേഹത്താൽ നിർബന്ധിതമായി ചെയ്യുമ്പോൾ അതെല്ലാം കർത്താവ് മഹത്വം എടുക്കുക. आमीन। क्योंकि मसीह के प्रेम में विवश होकर जब मसीह हमारे अंदर कार्य करता है तो उसका सारा महिमा परमेश्वर को मिलता है, हम कुछ नहीं कर रहे हैं। നമ്മൾ ഈ സ്നേഹത്തെ കുറിച്ച് ഒന്ന് അല്പമായിട്ട് അതൊന്ന് പ്രകാശിച്ച് കിട്ടണം, അത് നമ്മൾ പങ്കുവെക്കണം, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. इसलिए उस प्रेम का बात को गहराई को और समझे, उस प्रेम का सच्चा भाग हम लेने का, उस विषय का बातों को मैं कह रहा हूँ। അപ്പോൾ നമ്മൾ ഈ സ്നേഹത്തെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. इसलिए आओ हम इस प्रेम को अच्छी रीति से समझे। ഈ സ്നേഹത്തിന്റെ ഉയരവും ആഴവും നീളവും വീതിയും നമ്മളൊന്ന് മനസ്സിലാക്കണം. इस प्रेम का ऊंचाई, लंबाई, गहराई और चौड़ाई को अच्छी रीति से हम समझे। കർത്താവ് സഹായിച്ചാൽ പൗലോസ് അവിടെ എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയിലൂടെ എന്താണ് അതിന്റെ ഉയരവും ആഴവും നീളവും വീതിയും, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് വചനത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. जैसे अगर प्रभु मौका देता है तो प्रभु ने, पौलुस ने क्यों उस रीति से प्रार्थना किया कि उस प्रेम का ऊंचाई, लंबाई, गहराई और चौड़ाई को ऐसा क्यों कहा है करके आने वाले दिनों में प्रभु सहायता किया तो हम देखेंगे। ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിച്ചെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. यस यस, प्रभु का आत्मा अगर हमको सहायता करेगा तो ही प्रिय हमें ये सब बातें समझ में आएगा। നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ കേൾക്കണേ. इसलिए आप लोग प्रार्थना पूर्वक ये सब बातें सुनना। കാരണം ഈ സ്നേഹത്തെ അറിഞ്ഞിട്ട് ഈ സ്നേഹത്തിലൂടെ ചെയ്യുന്നതിനാണ് നിത്യത്തിൽ പ്രയോജനമുള്ളത്. क्योंकि ये प्रेम को जानकर और इस प्रेम से भरकर जो भी कार्य करेगा वही कार्य को स्वर्ग में मूल्यता है, फायदा है। അപ്പോൾ നമുക്ക് നമ്മുടേതായ സ്നേഹത്തിലല്ല, കർത്താവിൽ നിന്ന് പ്രാപിച്ച സ്നേഹത്തിൽ നമ്മളെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. क्योंकि हमें अपना हमारा मनुष्य के उत्पन्न होने वाला प्रेम से नहीं, बल्कि मसीह में बने रहकर मसीह का प्रेम से करना ही करना चाहिए। നമ്മൾ ഈ മാനുഷിക സ്നേഹവും ദൈവത്തിന്റെ സ്നേഹവും ഏതാണ്ട് സിമിലർ ആയിട്ട് പോകും, പക്ഷെ അത് രണ്ടിലും വലിയ വ്യത്യാസം. देखो, मनुष्य का प्रेम और परमेश्वर का प्रेम में बहुत सारा समानताएं दिखेगा, लेकिन बहुत फर्क है। അപ്പോൾ നിത്യത്തിൽ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? लेकिन अनंतता में अगर आपको लाभदायक होना है तो क्या करना चाहिए? നമ്മൾ ആ ദൈവ സ്നേഹത്തിലെല്ലാം ചെയ്യാൻ പഠിക്കണം. हमें मसीह का प्रेम में सब कुछ करने के लिए, होने के लिए सीखना चाहिए। ദൈവ സ്നേഹത്തിൽ തന്നെ നമ്മൾ നടക്കണം. प्रभु के प्रेम में हमें चलना चाहिए। സ്നേഹത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. प्रेम में हमें कार्य करना ആ है। സ്നേഹത്തിൽ നമ്മൾ സംസാരിക്കണം. उस प्रेम में हमें बात करना है। നമ്മൾ പലപ്പോഴും നമ്മുടെ സംസാരം പോലും സ്നേഹമില്ലാതെയാണ്. बहुत बार हमारा प्रेम, बात करने का तरीका में भी प्रेम नहीं रहता है। നമ്മൾ കാണുമ്പോൾ പോലും സ്നേഹം, നമ്മൾ ആ സ്നേഹത്തിൽ, ആ ആത്മാവുള്ള സ്നേഹത്തിൽ ഒന്നും ചിരിക്കാറില്ല. बहुत बार हमें कुछ बातें, आनंद देने वाला बातें भी, वो आत्मा का खुशी से हम कभी हंसते नहीं है। എന്തിന് ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ പോലും ദൈവസ്നേഹത്തെ ശുശ്രൂഷിക്കില്ല. यहाँ तक कि प्रभु का सेवा भी अगर हम करते समय में प्रभु का प्रेम में विवश होकर नहीं सेवा कर रहे हैं, ആ ശുശ്രൂഷയ്ക്ക് പ്രയോജനമില്ല. ऐसा सेवा भी फायदा नहीं है प्रियो। എല്ലാത്തിലും നമ്മൾ ദൈവസ്നേഹത്താൽ ഭരിക്കപ്പെടും. सब बातों में हमें प्रभु का प्रेम में हमें केंद्रित होकर उसके आधार पर हमें चलना है। അത് നമുക്ക് ദൈവം തരുന്ന സമയത്ത് അനുസരിച്ച് നമുക്ക് അത് വീണ്ടും ആഴത്തിലൂടെ നമുക്ക് പഠിക്കാം. उस विषय में प्रभु जैसा हमको मौका देता है, आने वाले दिनों में उसके और गहराई में हम प्रवेश करेंगे। അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവസഭയിലുള്ള എല്ലാ വിശുദ്ധന്മാരും ഒന്നുകൂടെ ഈ സ്നേഹം അതിന്റെ
ഉയരവും ആഴവും വീതിയും നീളവും അറിയാൻ കർത്താവ് സഹായിക്കട്ടെ. इसीलिए आने वाले दिनों में सभी प्रियजन प्रभु के प्रेम का ऊंचाई, लंबाई, गहराई और चौड़ाई सभी पवित्र लोग ये बात जान लेकर के, ये मेरा विनती है, प्रभु सहायता करे उस विषय में. ഈ വചനങ്ങൾ നിങ്ങൾ അനുരൂപരായി തീരുവാൻ സഹായിക്കും. ये वचन सुनने के द्वारा आप मसीह के रूप में हो जाने का कारण बन जाने के लिए मैं विनती करता हूँ. കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവരും കൂടെ. प्रभु का अनुग्रह आप सब में बने रहे. ആമേൻ. आमीन. प्रेज़ द लॉर्ड.